വചനം പഠിപ്പിക്കുന്നത് എങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം, അതിന് ആധാരമായിട്ട് നേരെ ഒരു ക്ലാസ്സിലേക്ക് അങ്ങനെ കിടക്കാതെ നമുക്കൊരു ദൈവവചനത്തിൽ നിന്നുള്ള ഒരു വേദഭാഗം വായിച്ച് ആ ദൈവവചന ഭാഗം നമ്മുടെ എന്താണ് സംസാരിക്കുന്നത് എന്ന് പഠിക്കാൻ തന്നെ നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ 26 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ഈ വേദഭാഗം നമ്മളുടെ പ്രസക്ത വിഷയത്തെ സംബന്ധിച്ച് എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും നമ്മോടും പറയുന്നത്. പ്രത്യേകിച്ച് സഭകളിൽ വചനം പഠിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളവരും അത് ചെയ്യുന്നവരുമാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തത്തെ നാം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് വിചിന്തനം ചെയ്യാനുള്ള ഒരു പരിശ്രമമായി ഈ ദൈവ വെളിപ്പാടുകളെ നമുക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. കേൾക്കുന്നവരെ മറച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കാം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലറ്റോസും അവരുടെ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ഷണ്ഠ ജനിപ്പിക്കുന്നുവെന്നറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കാം. കർത്താവിൻ്റെ ദാസൻ ഷണ്ഠയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിക്കാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. എത്ര സമ്പന്നമായ ഒരു ആഹ്വാനമാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോത്തിക്കും അതുവഴി നമുക്ക് എല്ലാവർക്കും എഴുതി തന്നിരിക്കുന്നത്. നമ്മൾ ഈ സാധാരണ ഒരു വേദഭാഗം വായിച്ചാൽ അത് പഠിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര ആശയം എന്ത് എന്നാണല്ലോ നമ്മൾ ചോദിക്കുക. ഒരു പാസേജിന് ഒരു കേന്ദ്ര ആശയമുണ്ട്, അല്ലെങ്കിൽ ഒരു റണ്ണിങ് കമൻട്രി പോലെ സംസാരിക്കാം. പലപ്പോഴും സങ്കീർത്തനമൊക്കെ പറയുന്നത് 1-ാം വാക്യം 2-ാം വാക്യം 3-ാം വാക്യം എന്ന് പറഞ്ഞ് 119 ഒരു മാസം എടുക്കും. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല അത് പറയേണ്ടത്. അങ്ങനെയും പറയാം, അതിന് ചില ഗുണങ്ങളുണ്ടെങ്കിലും കുറച്ചുകൂടെ മെച്ചമായ രീതി വായിച്ച വേദഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഒരു പാസേജ് ആണെങ്കിൽ, ഒരു ടെക്സ്റ്റ്, ഒരു പാരഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ കേന്ദ്ര ആശയം കണ്ടെത്തി അതിനെ എക്സ്പോസ് ചെയ്യും. അപ്പോൾ ഈ വേദഭാഗത്തിൻ്റെ അക്കാര്യത്തിൽ നിങ്ങളെല്ലാവരും എക്സ്പേർട്സ് ആയിരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്താണ് ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്ര ആശയം? കേന്ദ്ര ആശയം ചോദിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയും, എന്തിനെ പറ്റിയാണ് ഇത് പറയുന്നതെന്ന് ആദ്യം ചിന്തിക്കണം. ദൈവസ്നേഹത്തെ പറ്റിയാണോ ഇവിടെ പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ പറ്റിയാണോ? വല്ല സൂചനയൊക്കെ കാണും, അതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതിനകത്തൊരു ഒരു വിഷയമുണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് എന്താണെന്ന് തിരിയാതെ
നമുക്ക് എന്താ ഇത് പറയുന്നതെന്ന് തിരിയല്ല. അപ്പോൾ അത് പൊതുവേ ആളുകൾ വായിച്ചു വിട്ടു, കർത്താവേ വായിച്ചത് ഓർത്ത് നന്ദി, ഈ വചനത്തിൻ്റെ മേൽ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൊച്ചിൻ്റെ പഠനവും അതുപോലെ ഞങ്ങൾ വണ്ടി വാങ്ങുന്ന കാര്യവും അതും ഇതും ഒക്കെ പറഞ്ഞ് ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കും. അത് വായിച്ചത് തെറ്റാണെന്നല്ല, അതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ട് പഠിക്കാം. എന്താണ് ഇവിടെ, എന്തിനെ പറ്റിയാണ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞത്? ഞാനതിനെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. 3 ചോദ്യം ചോദിക്കുമെന്ന് പറയും. ഒന്ന്, എന്താ ഇവിടുത്തെ വിഷയം എന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കുക. വാട്ട് ഈസ് ദ സബ്ജക്റ്റ്? എന്തിനെപ്പറ്റി ഇവിടെ പറയുന്നത്? ആ ചോദ്യം കിട്ടിയാൽ തന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എളുപ്പമാണ്. എന്താണ് ഇവിടുത്തെ സബ്ജക്റ്റ്? എന്താ വിഷയം? ദൈവവചനം പഠിപ്പിക്കുന്നതിനെ പറ്റിയാണല്ലേ, വചനം പ്രസംഗിക്കുന്നതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വചനം പ്രസംഗിക്കുക, ആ ആഹ്വാനമാണ് പൊതുവെ ഇവിടെ നൽകുന്നത്. പഠിപ്പിക്കുക, ഉപദേശിക്കുക. പിന്നെ ചിലരുടെയൊക്കെ തെറ്റായ ഉപദേശങ്ങൾ, ഒരു പ്രയോജനമില്ലാത്ത വ്യർത്ഥമായിരിക്കുന്ന ഉപദേശങ്ങൾ, മൗഢ്യമായ ഉപദേശം, ആ ഉപദേശത്തിൻ്റെ രീതി, ഉപദേശിക്കേണ്ട ആളാരാണ്, ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ. അപ്പോൾ ഒരു സമഗ്രമായ പാസേജാണ്. അപ്പോൾ ദൈവവചനം പഠിപ്പിക്കുന്നതിനെ പറ്റിയാണ്, ദൈവവചനം പഠിപ്പിക്കുന്നതിനെ പറ്റി. ഇനി എന്താണ് ഈ ദൈവവചനം പഠിപ്പിക്കുന്നതിനെ പറ്റി ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അത് ഐഡിയ ക്വസ്റ്റ്യൻ എന്ന് പറയും. ആ വിഷയത്തെപ്പറ്റി എന്തൊക്കെ ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വിഷയം, ഈ വിഷയത്തെപ്പറ്റി ഇതവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ടൊരു ചോദ്യം കൂടെ സാധാരണ നമ്മൾ ചോദിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറയും. സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ, ഐഡിയ ക്വസ്റ്റ്യൻ ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. വിഷയ ചോദ്യം, ആശയ ചോദ്യം, പ്രയോഗ ചോദ്യം. സിമ്പിളായിരിക്കുന്നൊരു കാര്യം. അങ്ങനെ നമ്മളൊരു പാസേജിന് നോക്കിയാൽ ആ പാസേജ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. പലപ്പോഴും നമ്മുടെയൊക്കെ ശുശ്രൂഷ വേളയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കാര്യം ബൈബിൾ ക്ലാസ്സിന് വിഷയം കണ്ടുപിടിച്ച് അത് ഒരുങ്ങുക എന്നുള്ളതാണെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടാവും, ആണെങ്കിൽ ഇതൊരു നല്ല കാര്യമാണ്. ഏത് വിഷയം, ഏത് പാസേജും ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബൈബിളല്ലേ, ബൈബിളിങ് എടുത്തു, ഒരു പാസേജ് വായിച്ചു, എന്നിട്ട് ആ ചോദ്യം അങ്ങ് ചോദിക്കാം, എന്തിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ കാര്യത്തെപ്പറ്റി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്. അത് ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ജീവിതത്തിൽ പ്രയോഗമാക്കാൻ, ഇത് അനുഭവത്തിൽ നമ്മൾ എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും? അതങ്ങ് ചെയ്തിട്ട് അതങ്ങ് പറഞ്ഞാൽ അതല്ലേ ബൈബിളിൻ്റെ പഠനം. ഇപ്പോൾ ബൈബിൾ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളുടെ അത് ഫലപ്രദമാക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ സ്റ്റെപ്പ് ബൈബിൾ ശരിയായി പഠിക്കുക എന്നുള്ളതാണല്ലേ. എന്നിട്ടല്ലേ പഠിപ്പിക്കുന്നത്. ശരിയായി പഠിക്കുന്ന ഒരാൾക്ക് പഠിപ്പിക്കാൻ കഴിയും, അവർക്കേ പഠിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ വേദഭാഗത്തിൻ്റെ നമ്മൾ പറയുമല്ലോ, ഇതിൻ്റെ കേന്ദ്ര ആശയം, പല ആശയങ്ങൾ ഇതിനകത്തുണ്ട്, അതെല്ലാം കൂടെ ചുരുക്കി ഒരു പദത്തിൽ, ഒരു വാചകത്തിൽ പറയാൻ കഴിഞ്ഞാൽ നമ്മളതിനെ പ്രസംഗത്തിൻ്റെ, ഒരു വചന ക്ലാസ്സിൻ്റെ, ഒരു പഠിപ്പിക്കലിൻ്റെ കേന്ദ്ര ആശയം, സെൻട്രൽ പ്രിപ്പസിഷൻ, ബിഗ് ഐഡിയ എന്നൊക്കെ പറയും. അപ്പോൾ ഒരാൾക്കൊരു ബിഗ് ഐഡിയ കിട്ടി. ഈ വേദഭാഗത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇതിൻ്റെ ബിഗ് ഐഡിയ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് വളരെ പരിചയമായ, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഒരു വാക്യം ഏതാണ്ട് അതിൻ്റെ ബിഗ് ഐഡിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഏതായിരിക്കും വാക്യം? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ഏതാണ്ട് ഇതിനകത്ത് പറഞ്ഞ കാര്യം മാത്രമല്ല, ദൈവവചന ശുശ്രൂഷയെപ്പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അതിപ്രധാനമായിരിക്കുന്ന വസ്തുതകളൊക്കെ സമഗ്രമായി ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ വാചകമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എഴുതിയത്. ഈ വായിച്ച വാക്യങ്ങളുടെ 14 മുതൽ 26 വരെ വാക്യങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ, പശ്ചാത്തലത്തിൽ നിന്ന് ഈ കേന്ദ്രവാക്യത്തെ നമുക്കൊന്ന് അൺപാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതൊരു പാക്കേജ് ആണെങ്കിൽ, അത് നമ്മുടെ കേന്ദ്ര ആശയമാണെങ്കിൽ, ഈ ആശയത്തെ നമുക്ക് അല്പം കൂടി ഒന്ന് ആ കെട്ടഴിച്ച് എന്താണ് ഈ വാക്യത്തിലുള്ള വസ്തുതകൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. 4 വസ്തുതകളായിട്ട് ഞാനിത് പറയാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, അപ്പോസ്തലൻ പറയുകയാണ്, നാം ദൈവത്തിൻ്റെ വേലക്കാരാണ്. വേലക്കാർ. ഈ വേലക്കാരെന്നുള്ള പദം നമ്മൾ ദൈവശുശ്രൂഷന്മാർക്ക് യോജിക്കുന്ന പദമാണോ അല്ലയോ? ഞാനൊരു വേലക്കാരനാണ്. വേലക്കാരൻ, നമുക്കത് പറയാനായിട്ട് നമ്മളോട് ആരെങ്കിലും ചോദിക്കുക എന്താ പണിയെന്ന് ചോദിച്ചാൽ, മുഴുവൻ സമയം വേലക്കാരൊക്കെയാണെങ്കിൽ, വേലക്കാരാണല്ലോ പിന്നെ എന്താ നമ്മൾ പറയുക?
ഞാൻ വേലക്കാരനാണ്. ഈ വേലക്കാരൻ എന്നുള്ള പദത്തിന് അല്പം ഒരു നെഗറ്റീവ് സെൻസ് ഉണ്ടല്ലേ? അതൊരു വേലക്കാരൻ എന്ന് പറയാം. എന്നാൽ അതിനോടൊരു പോസിറ്റീവ്, ഇച്ചിരി ഒരു വെയിറ്റ് ഉള്ളൊരു പദം ഏതായിരിക്കും? ജോലിക്കാരൻ. അതൊരു നല്ല പേരാണ്. എനിക്ക് തോന്നുന്നു PVC പരിഭാഷ അതാ കൊടുത്തത്, ജോലിക്കാരൻ. അത് തന്നെ അതിൻ്റെ അർത്ഥം. വേല എന്ന് പറഞ്ഞാൽ ജോലി. എന്നാൽ ഈ വേല എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒരു തരം താഴ്ന്ന പാറ്റ. അവനേതോ വേലക്കാരൻ, അവനേതോ ജോലിക്കാരൻ എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വേലക്കാരൻ ഒരു അടിമ, ദാസൻ എന്നൊരു ഐഡിയ ഉണ്ട്. ആ ആശയമല്ല അവിടെ. ലേബറർ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എർഗേറ്റേഴ്സ് എന്ന വാക്ക് വർക്കർ, ലേബറർ, വേലക്കാരൻ, ജോലിക്കാരൻ. 16 തവണ പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചതിൽ 8 തവണയും ആത്മീയ ശുശ്രൂഷക്കാരെ പറ്റി നേരിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വേലക്കാർ എന്നുള്ള പദം. അതുപോലെ തന്നെ ഇതിന് സമാനമായിരിക്കുന്ന ഒരു പദമാണ് സുനർഗോസ് എന്ന പദമുണ്ട്. കൂട്ടുവേലക്കാർ എന്ന് പറയുന്നത് അതും അതിൽ നിന്ന് വന്ന. എർഗോൺ എന്ന് പറഞ്ഞാൽ വേല എന്നാണ്. വേലയുടെ ഒരു ഇതൊക്കെ ആയിട്ട് എർഗോ വേല, ആ വാക്കിൽ നിന്നാണ് അത് വരുന്നത്. എർഗോൺ വർക്ക്. അപ്പോൾ വേല ചെയ്യുന്നവനാണ് വേലക്കാരൻ. പൗലോസ് അപ്പോസ്തലൻ കൂട്ടുവേലക്കാരൻ എത്ര തവണ ഉപയോഗിച്ചിരിക്കുന്നത്? തിമോത്തിയസിനെ പറ്റി, സിൽവാനസിനെ പറ്റി, ലൂക്കോസിനെ പറ്റി, അക്വിലയെ പറ്റി, ദേമാസിനെ പറ്റി ഒക്കെ എൻ്റെ കൂട്ടുവേലക്കാർ, വേലക്കാർ, ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വേലക്കാർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേല ചെയ്യുന്നവരാണ്. ഇനി നമ്മുടെ വേലയെ സവിശേഷമാക്കുന്നൊരു, എല്ലാവരും വേലക്കാരാണ്. ഈ ലോകത്തിലെ എല്ലാവരും വേലക്കാരാണ്. ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ വേല ചെയ്യാനല്ലേ ആക്കിയത്? തോട്ടത്തിൽ വേല ചെയ്യുക. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ, ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ വേലക്കാരനായിട്ട് ആളെ ആക്കിയത് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് 2 സൃഷ്ടിയുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ദൈവത്തിൻ്റെ പഴയ സൃഷ്ടി, നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന, ഡീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടി. അതിലെ വേലക്കാരാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും. ചിലരൊരു വേലയും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിലും പൊതുവെ എല്ലാവരും അവിടുത്തെ വേല ചെയ്യണം. അതാണ് വേല ചെയ്യാത്ത ഉപേക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ. എന്നാൽ ദൈവത്തിന് വേറൊരു സൃഷ്ടിയുണ്ടെന്ന് നമുക്കറിയാം. അത് പുതിയ സൃഷ്ടി. കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം സ്ഥാപിക്കുന്ന ആ പുതിയ പ്രപഞ്ചം, അതിലും വേലക്കാർ വേണം. അതിനെയാണ് നമ്മൾ ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. അതിൻ്റേതായിരിക്കുന്ന പ്രത്യേക ഫങ്ഷൻസ് ഉണ്ട്, ഇറ്റേണൽ ഫങ്ഷൻസ് ഉണ്ട്. ആ ജോലി അവിടെയും വേലക്കാരുണ്ട്, ഇവിടെയും വേലക്കാരുണ്ട്. അപ്പോൾ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം 2 വേലക്കാരാന്ന് പോകാൻ ഞാൻ ഓർക്കും. ഒന്ന്, ഈ ലോകത്തിലെ വേല നമുക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യണം, നമ്മളൊക്കെ ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം വേല ചെയ്യുന്ന ആളുകളാണ്, ഏറിയും കുറഞ്ഞുമായി വേല. എന്നാൽ അവർക്കാർക്കുമില്ലാത്ത വേറൊരു വേലസ്ഥലം നമുക്കുണ്ട്. അത് കർത്താവിൻ്റെ രാജ്യത്തിലെ വേലയാണ്, ദൈവരാജ്യത്തിൻ്റെ വേല. അത് ദൈവമക്കൾക്ക് മാത്രമുള്ളതായിരിക്കുന്ന ഒരു വേല. സത്യത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ വേലക്കാരനാണ് അതെന്നറിയുമോ? ജോലിക്കാരൻ. അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. യേശു ക്രിസ്തുവാണ് ആ വേല ചെയ്തത്. അത് ആ വേലയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് സ്വർഗത്തിൽ നിന്ന് താഴ്ന്ന ഭൂമിയിലേക്ക് വന്നത്. ആ വേലയാണ് കർത്താവ് ചെയ്തത്. അതാണ് അവിടുന്ന് തികച്ചത്. കാൽവരിയിലെ ക്രൂശിലെ മരണത്തിലൂടെ, അവൻ്റെ പുനരുത്ഥാനത്തിലൂടെ, അവൻ്റെ സ്വർഗാരോഹണത്തിലൂടെ, പിതാവിൻ്റെ വലതുഭാഗത്ത് രാജാധിരാജാവും കർത്താവുമായി ഇരുന്നു കൊണ്ട് അവിടുന്ന് പ്രവർത്തിക്കുന്നതിലൂടെ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുമ്പോഴും വാഴുന്നവനായിരുന്നു കൊണ്ട് നമ്മളെല്ലാവരെയും ആ മഹാപരിപാടിയിലേക്കാണ് കർത്താവ് നമ്മളെ ചേർത്തിരിക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പോൾ അതൊരു വേർതിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു സവിശേഷമായ ഒരു വേല ഉണ്ട്. അത് കർത്താവാണ് അതിൻ്റെ വേലക്കാരൻ. ആ കർത്താവിൻ്റെ വേലയ്ക്കുള്ള സഹപ്രവർത്തകരായിട്ട്, കൂട്ടുവേലക്കാരായിട്ട്, സഹപണിക്കാരായിട്ട് നമ്മളെ കർത്താവ് അന്വേഷിച്ച് വന്ന് കണ്ടെത്തി നമ്മളെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ വേലസ്ഥലത്തേക്ക്. കർത്താവ് മുന്തിരിത്തോട്ടത്തിൽ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, 11 മണി നേരത്ത് വന്നിട്ടും ചോദിക്കുകയാണ്, നിങ്ങളെന്താ വെറുതെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും വിളിച്ചില്ല, വേലയുണ്ടെന്ന് പറഞ്ഞു, എൻ്റെ തോട്ടത്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അതൊരു ഉപമയാണ്, നമുക്കറിയാം. അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? 11 മണിക്ക് വിളിക്കപ്പെട്ട ആളുകളെ പോലെ നമ്മളും വന്നിരിക്കുകയാണ്. പലരും 11 മണി നേരത്താണ് വന്നല്ലേ, അവസാന മണിക്കൂറിലൊക്കെയാണ് വന്നേ. പണിയുണ്ട് എന്നാണ് പറഞ്ഞേ. അവരും പോയി. വേലയുണ്ട്, നമ്മൾ വേലക്കാരാണ്. കർത്താവ് പറഞ്ഞില്ല, കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കർത്താവ് പറഞ്ഞു. അപ്പം ഈ വേലക്കാരെന്നുള്ള ഈ പ്രയോഗം അത് വളരെ സവിശേഷമായൊരു പ്രയോഗമാണ്. പിന്നെ ജോലിക്കാരെന്ന് വിളിക്കാം, വർക്കേഴ്സ് വിളിക്കാം, ലേബറേഴ്സ് വിളിക്കാം. നീ വിളിക്കുന്നതെന്നുള്ളതല്ല, നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിലെ ദൈവപരിപാടിയുടെ വേലക്കാരാണ്. അതൊരു സ്പെഷ്യൽ കോളാണ്, എല്ലാവർക്കും ഇല്ലാത്ത ഒരു കോളാണ്. അതാണ് ഈ വാക്യത്തിലെ ഒന്നാമത്തെ എംഫസിസ്.
വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നവിടെ പറഞ്ഞത്. ഇനി എന്താണ് നമ്മുടെ വേല എന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മുടെ വേല? വളരെ ക്ലിയർ. സത്യവചനത്തെ പ്രസംഗിക്കുക, അതാ വേല. അത് നമുക്കൊരു സംശയവും വരേണ്ടതായിരിക്കുന്ന ഒരു കാര്യമല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരുടെയും സഭാ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്തെന്ന് ചോദിച്ചാൽ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം? ഒരു സംശയമില്ല. സഭയ്ക്ക് കഞ്ഞി വയ്ക്കുക എന്നുള്ളതാണോ? സഭാ കൊളുമുണ്ടാക്കുക എന്നുള്ളതാണോ? സെമിത്തേരി ഉണ്ടാക്കുക എന്നുള്ളതാണോ? കല്യാണം നടത്തുക എന്നുള്ളതാണോ? മരിച്ചവരെ അടക്കുക എന്നുള്ളതാണോ? ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഇതിലെല്ലാം നമ്മളെ വ്യത്യസ്തരാക്കി നമ്മുടെ പ്രയോറിറ്റി ഏതവസരമാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. വചനം പ്രസംഗിക്കുക, അതാണ് നമ്മുടെ പ്രാഥമിക ദൗത്യം. അതിൻ്റെ അവസരങ്ങളും വേദികളും ഒക്കെ ഉണ്ട്. കല്യാണത്തിനുണ്ടാകും, മരിച്ചടക്കുമ്പോഴുണ്ടാകും, ബർത്ത്ഡേ പാർട്ടിക്കുണ്ടാകും, ഏത് മേഖലയിലും. ഇനി പ്രസംഗം വഴി മാത്രമല്ല, ഏത് വിധേനയും. ഇപ്പം സെമിത്തേരി ക്ലീൻ ചെയ്യാൻ പോവുക, എന്തിനാ നമ്മളവിടെ പണി? എന്താ അതൊരു പണി, അത് ഈ ലോകത്ത് ചെയ്യേണ്ട. എല്ലാവരും സെമിത്തേരി ക്ലീൻ ചെയ്യേണ്ടവരല്ലേ, അടക്കേണ്ടവരെല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് ആണ്, ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. എന്താ നമ്മളവിടെ പഠിക്കുന്നത്? ദൈവവചനം, ദൈവസത്യങ്ങൾ. അതാണ് നമ്മുടെ നിയമനം. ഇതൊരു നിയമനമാണ്. നമുക്കറിയാം, ഇറ്റ്സ് എൻ അപ്പോയിൻമെൻറ്റ്. ഇപ്പം ഏതൊരു ജോലിയും നമുക്കറിയാമല്ലോ, നിയമനം വരുമ്പോഴല്ലേ ഔദ്യോഗിക ജോലികളൊക്കെ വരിക. അല്ലാതെ ഞാനങ്ങ് ചെയ്തേക്കാമെന്ന് ഓർത്ത് ചെയ്യാവുന്ന ജോലികളല്ല പല ജോലി. ഇപ്പോൾ ഒരു പോലീസുകാരൻ്റെ ജോലി, അയ്യോ എന്തൊരാവശ്യം ഇവിടെ പോലീസുകാർ നീതി ട്രാഫിക് വണ്ടിയൊക്കെ പിടിച്ച് നിർത്തണമല്ലോ, എന്താ പിന്നെ ഞാൻ രാവിലെ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ചെയ്യാൻ പറ്റില്ല. ഒരു പലചരക്കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കും, അയ്യോ എടുത്തു കൊടുക്കാൻ ആളില്ലല്ലോ, ഞാനങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് പറയും? ചേട്ടൻ അങ്ങോട്ട് മാറി നിൽക്കുമെന്ന് പറയും അല്ലേ? അപ്പോയിൻമെൻറ്റ്, അതിനുള്ള ചാർജ് കിട്ടണം നമുക്ക്. ആ ചാർജ് കിട്ടാതെ ചെയ്യാൻ പറ്റില്ല. അപ്പോസ്തലൻ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചാർജ് ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ചാർജ് ഉണ്ടെങ്കിൽ അത് ഏറ്റിട്ട് പിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റൂല. മറ്റേ വെറുതെ ചെയ്യുന്നവന് കുറച്ച് നേരം സാധനം എടുത്തു കൊടുക്കാൻ കൂടി എന്നാൽ ഞാൻ പോകാട്ടോ എന്ന് പറഞ്ഞ് പോകാം. വെറുതെ വണ്ടി തടഞ്ഞു നിർത്തുന്നവനും വഴിയൊക്കെ നിർത്തുന്ന അവൻ എപ്പോഴും വരുകയും എപ്പോഴും പോവുകയും ചെയ്യാം. ഈസ് നോട്ട് അക്കൗണ്ടബിൾ. ഇവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ചാർജ് ഏൽപ്പിച്ചിട്ടുണ്ട്, കമ്മീഷൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16:15 കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അതൊരു ഇംപെരറ്റീവാണ്. കെറുക്സാറ്റെ, പ്രൊക്ലെയിം, പ്രീച്ച്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. അത് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചത്, അവരിലൂടെ ആ വചനം ഏറ്റിരിക്കും നമ്മളിലേക്ക് എല്ലാം വരിക. അതാണല്ലോ പൗലോസിനെ ഏൽപ്പിച്ചത്. തിമോത്തിയോട് പറയല്ലേ, തിമോത്തിക്ക് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുവേശുവിനെയും സാക്ഷി വെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത് വചനം പ്രസംഗിക്കുക, സമയത്തിനും അസമയത്തിനും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണന സ്വഭാവമാർ മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടകന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികുകയും ചെയ്യുന്ന കാലം വരും. പ്രസംഗിക്കുക, ഉപദേശിക്കുക, പ്രബോധിപ്പിക്കുക, പഠിപ്പിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അതെങ്ങനെയാണ് അത് ഏൽപ്പിച്ചു കൊടുത്തത്? അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. നമുക്ക് കിട്ടിയ കൽപ്പനയല്ലേ? ഇതൊരു ഔദാര്യമല്ല, ഇത് നമ്മുടെ ഒരു ഫ്രീ സർവീസ് അല്ല, ഇത് നമ്മുടെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യമാണ്. ഏൽപ്പിക്കുക എന്നുള്ളതിന് സോളം ചാർജ് എന്നാണ്. വളരെ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം ഫലമേൽപ്പിക്കപ്പെട്ടവരാണ്. ഒരു ഓഫീസിൻ്റെ ഒക്കെ ചാർജ് ഏൽപ്പിക്കുക എന്ന് പറയില്ലേ? ഒരു ചാർജ് ഏൽപ്പിച്ചാൽ പിന്നെ ഉത്തരവാദിത്വമുണ്ട്. അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടേ പിന്നെ അവിടുന്ന് പോകാനായിട്ട് കഴിയുള്ളൂ. ആ ചാർജ് നമ്മളെ ഏൽപ്പിച്ചേക്കാണ്. അക്കൗണ്ടബിൾ. അപ്പം ഈ ചാർജ് നമ്മൾ ഏറ്റിട്ട് ബാക്കിയെല്ലാം ചെയ്തു സഭയിൽ, ഇത് മാത്രം നടക്കുന്നില്ലല്ലോ. ഈ കാര്യത്തിൽ പരാജയം വന്നാൽ അതിപ്രധാനമായത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അതാണ് നമ്മുടെ പണി. ഇപ്പോൾ ഒരു ഡോക്ടർ എന്തെല്ലാം കാര്യം ഡോക്ടർക്ക് ചെയ്യാൻ കഴിയും? വീട് പണിയാൻ കഴിയും, പരിസ്ഥിതി പ്രവർത്തനം നടത്താൻ കഴിയും, സാമൂഹ്യ സേവനം ചെയ്യാൻ കഴിയും. പക്ഷെ ഡോക്ടറുടെ പണി എന്താ? ചികിത്സിക്കുക. അപ്പോഴാണ് അദ്ദേഹം ഡോക്ടർ. പിന്നെ ഡോക്ടർ എന്നുള്ളൊരു ഒരു ഒരു അലങ്കാരമായിട്ടൊക്കെ വെക്കാം.
അങ്ങനെ PhD ഡോക്ടറും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു ഡോക്ടർമാരുടെ അലങ്കാരമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ഓണററി ഡോക്ടറൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പല ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ചികിത്സിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കും, നിൻ്റെ ട്രെയിനിങ്, നിങ്ങളുടെ പരിശീലനം, നിങ്ങളുടെ അധ്വാനം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമൂഹം പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ചെയ്തില്ലോ എന്ന് പറയല്ലേ. അപ്പം നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ ഒരു സഭയിൽ ചെയ്താലും ഒരുപാട് കാര്യം ഒരു ചർച്ചിൽ ചെയ്യാനുണ്ട്. ഭക്ഷണമുണ്ട്, ഓഫറിംഗ് ഉണ്ട്, സമയക്രമീകരണമുണ്ട്, സൺഡേ സ്കൂളുണ്ട്, ക്വിസുണ്ട്, വാർഷികമുണ്ട്, ടൂറുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഈ കല്യാണമുണ്ട്, മരിച്ചടക്കമുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും എന്താ നമ്മുടെ ജോലി, നമ്മുടെ ചാർജ് എന്താ? വചനം പ്രസംഗിക്കുക, ദൈവവചനം പഠിപ്പിക്കുക, അത് നമ്മുടെ ജോലിയാണ്. ഈ തിരിച്ചറിവാണ് അതിൻ്റെ ഗൗരവത്തിലേക്കും അതിൻ്റെ ഫലപ്രാപ്തിയെപ്പറ്റി ചിന്തിക്കാനും നമ്മെ നിർബന്ധിക്കുന്ന ഒരു കാര്യം. ഇത് നമുക്ക് ഒഴിവാകാൻ പറ്റിയല്ല. ആരെങ്കിലും ചെയ്യട്ടെ എന്ന് പറയാനല്ല, എല്ലാവരും കൂടി ഒരുമിച്ചാണ്, ഒരാൾക്ക് മാത്രമുള്ളതല്ല. എന്നാലും ഇത് മാറ്റിവെച്ചാൽ എന്നെ കർത്താവ് ഏൽപ്പിച്ച ജോലിയെ ഞാൻ അവഗണിക്കുക. ഇതൊരു ഔദാര്യമല്ല, ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇതൊരു ഉത്തരവാദിത്തമാണ്. മൂന്നാമത്തെ കാര്യം, സത്യവചനത്തെ ശരിയായി പ്രസംഗിക്കുന്നതാണ് ദൈവവേലയുടെ വിശ്വസ്തത അളക്കുന്ന കാര്യം. അത് അപ്പോസ്തലൻ അടുത്ത് പറയുന്നുണ്ടല്ലോ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, യഥാർത്ഥമായി എന്നതിൻ്റെ പരിഭാഷ നിങ്ങളെല്ലാവരും മിക്കവാറും പേര് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ബൈബിളിലെ വിശദീകരിക്കാൻ പ്രയാസമുള്ള ഒരു വാക്കാണത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ പരിഭാഷ ഇംഗ്ലീഷിലാണെങ്കിൽ കട്ടിങ് സ്ട്രെയിറ്റ് എന്നാണ്. കട്ടിങ് സ്ട്രെയിറ്റ്, ഡിസെക്റ്റ് കറക്റ്റ്ലി എന്നൊക്കെ പരിഭാഷ ചെയ്യാവുന്ന ഒരു വാക്കാണ്. ബൈബിളിൽ വളരെ ചുരുക്കം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല, പുതിയ നിയമത്തിൽ എവിടെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് ഉപയോഗിച്ചിരിക്കുന്നത് സെപ്റ്റുജൻ്റിൽ, അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ പ്രോവബ്സിൽ 3:6 ഈ വാക്ക് പിന്നെ ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നേരെ ചെയ്യുക, നേർവഴിയെന്നോ അതുപോലൊരു നേർവഴി നടത്തുക, അങ്ങനെ ഒരു വാക്കാണ്. നേർവഴി നടത്തുക എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതായിരിക്കും റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് ഇംഗ്ലീഷിലെ പല പരിഭാഷകളിലും ഉള്ളത്. നമ്മുടെ ഇതിൽ യഥാർത്ഥമായി പ്രസംഗിക്കുക എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഓർത്തോമയോ എന്ന വാക്കിന് അതാണ് പരിഭാഷ. ഇപ്പോൾ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചിലർ പറയും അതൊരു സർജൻ ഒരു ഡിസെക്റ്റ് ചെയ്യുമ്പോൾ, ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോഴായിരിക്കും. ഈ കട്ട് ചെയ്യുമ്പോഴൊക്കെ ചുമ്മാ ഒരു കത്തിയെടുത്ത് നമ്മൾ ചക്ക മുറിക്കുന്ന പോലെ മുറിച്ചാൽ പറ്റിയല്ലോ. അത് അതിൻ്റെതായിരിക്കുന്ന വളരെ കൃത്യതയോടുകൂടെ ചെയ്താലല്ലേ തിരിച്ച് അങ്ങോട്ട് കൂട്ടി വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടായിരിക്കണം അവർ ചെയ്യുന്നത്. അപ്പോൾ ഒരു സർജൻ്റെ സ്കില്ലിനെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറയുന്നവരുണ്ട്. ചിലർ പറയും അതല്ല, ഒരു കെട്ടുപണിക്കാരൻ കാര്യങ്ങളെ ഒരു കല്ലോ ഒക്കെ കട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ്, ഒരു മെയ്സനാണ്. ഇനി മറ്റു ചിലർ പറയുന്നത് പൗലോസ് തന്നെ ഒരു ടെൻറ്റ് മേക്കറാണല്ലോ. അപ്പോൾ ഒരു തോലൊക്കെ അങ്ങ് എടുത്ത് തുണിയൊക്കെ അങ്ങ് എടുത്തിട്ട് ചുമ്മാ അങ്ങ് കട്ട് ചെയ്യാൻ പറ്റിയല്ലോ. അത് അതിൻ്റെ അളവ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായി ചെയ്യണ്ടേ, എന്നാലേ അത് തുന്നിക്കൂട്ടാനായിട്ട് കഴിയുള്ളൂ. ടൈലറിങ്ങുകാരൊക്കെ ചെയ്യുന്ന പോലെ അതായിരിക്കും. എന്തായിരിക്കട്ടെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് ക്ലിയറാണ്. നേരെ ചൊവ്വേ ചെയ്യണം, വളച്ചും മുളച്ചും വെക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ചെയ്തു വെച്ചാൽ പോരാ. ഒരു വചനം അങ്ങ് കിട്ടി, എന്തൊക്കെയോ കുറേ പറഞ്ഞു, എല്ലാം പറഞ്ഞു, കുറേ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പോരാ. അങ്ങനെ പറയുന്നതല്ല, അതിൻ്റെ രീതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ദൈവവചനമല്ലേ, വചനത്തെ അല്ലേ, സത്യവചനത്തെ കട്ട് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയായ രീതിയിൽ നേരെ വ്യാഖ്യാനിക്കണം, അതായിരിക്കുമല്ലോ എൻ്റെ അർത്ഥം. അപ്പം ചുരുക്കത്തിൽ എന്തൊക്കെ പറഞ്ഞു വന്നാലും നമ്മൾ എത്തിച്ചേരുന്ന കൂടാ ദൈവവചനം അതായിരിക്കുന്നത് പോലെ ശരിയായി പഠിപ്പിക്കുക. ബൈബിൾ പോലെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു പുസ്തകം ലോകത്ത് വേറെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം എല്ലാവർക്കും ഇതൊന്നും എടുത്ത് പറഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്ന പുസ്തകം ആയതുകൊണ്ടല്ലേ. വല്ല പുസ്തകവും ദുർവ്യാഖ്യാനം ചെയ്യാത്ത വല്ലവരും വായിക്കോ? എഴുത്തുകാരൻ തന്നെ പിന്നെ എവിടെയെങ്കിലും കൊണ്ടിടുക. എന്നാൽ ഇതങ്ങനെ അവഗണിക്കാൻ പറ്റൂല. എന്തെങ്കിലും ഒരു വ്യാഖ്യാനം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം കർത്താവിനെ പറ്റി പറഞ്ഞ പോലെയാണ്, അവഗണിച്ച് പോകാൻ പറ്റില്ല. കർത്താവിനെ ഒരാൾ കണ്ടാൽ ഏതോ ഒരാൾ അവിടെ എന്ന് പറയാൻ പറ്റില്ല. ഒരഭിപ്രായം പറയണം, അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ പറയണം. അത് അവൻ്റെ നിത്യതയെ ബാധിക്കുന്നതായിരിക്കും. ഒന്നുകിൽ അവനെ തകർക്കുന്ന ഇടർച്ചക്കല്ലായിരിക്കും, അല്ലെങ്കിൽ അവനെ പണിതുയർത്തുന്ന ജീവൻ്റെ കല്ലായിട്ട് തീരും. അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരാൾ. അതുപോലെയാണ് ബൈബിളും. എന്തെങ്കിലും വ്യാഖ്യാനം, അതുകൊണ്ട് ആരും വ്യാഖ്യാനം ഉണ്ടാവും. വിശ്വാസി അവിശ്വാസി ഒക്കെ ബൈബിളിൽ കമൻട്രി എഴുതിയിട്ടുണ്ട്. പല കമൻറ്റേറ്റേഴ്സും നല്ല കമൻറ്റേഴ്സും വിശ്വാസികളല്ല എന്ന് കേട്ടിട്ടുണ്ട്. ബുൾട്ട്മാനെ പറ്റിയൊക്കെ, ബുൾട്ട്മാനാണോ, യോഹന്നാന്റെ സുവിശേഷം ആണെന്ന് തോന്നുന്നു, ഏറ്റവും മനോഹരമായ കമൻട്രി. അവരുടെ കമൻട്രിയാണ്. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ
ആകാൻ സാധ്യത കുറവാണ്, ലിബറലായിരിക്കും. അത്ര ആണോ അല്ലയോ എന്നുള്ള ഒരു 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 കയ്യാൽപ്പുറത്തിരിക്കുന്ന ആൾ നമുക്ക് തീരുമാനം പറയാൻ മേല. അവരുടെയൊക്കെ കമൻട്രീസ് എല്ലാവരും കമൻട്രി ചെയ്യും. കേശവദേവ് മേനോൻ പോലും യേശുവിൻ്റെ ചരിത്രം എഴുതി. പലപ്പോഴും തെറ്റൊന്നും വരാറില്ല, കാരണം ശരി ശരി എഴുതിയില്ലെന്നേ ഉള്ളൂ, എഴുതിയ കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ഇത് അവഗണിച്ച് പോകാൻ പറ്റില്ല. പക്ഷെ പറയുമ്പോൾ അതുകൊണ്ട് ഈ വ്യാഖ്യാനങ്ങളുടെ ഒരു പ്രളയം നമുക്ക് ചുറ്റും ഉള്ളത് കൊണ്ട് ശരിയായി വ്യാഖ്യാനിക്കാനുള്ള നിയോഗമാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ചാർജ് നൽകിയിരിക്കുന്ന ആ ഉത്തരവാദിത്വം. ഇപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടു തന്നെ ഓർത്തു നോക്കിയേ. ബൈബിൾ അതിന് മുമ്പ് ഇതിലിരിക്കുന്ന മിക്കവാറും പേര് ബൈബിൾ വായിച്ചിട്ടുള്ളവർ അതിന് മുമ്പ്. പക്ഷെ രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇതിൻ്റെ വ്യാഖ്യാനം ഇതാണെന്ന് ആരോ നമ്മളോട് ഒന്ന് പറഞ്ഞു. അന്നേരം രക്ഷിക്കപ്പെട്ടെ അവർ ശരിയായി മുറിച്ച് കാണിച്ചു തന്നു. അതേ വചനത്തിന് പല മുറിവുകൾ പല രീതിയിൽ മുറിച്ചിട്ടുണ്ട്. അത് ശരിയായി പറഞ്ഞു തന്നപ്പോൾ ചേട്ടാ ഇതാണല്ലോ അതിൻ്റെ അർത്ഥമെന്ന്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം യഹൂദന്മാർ വായിച്ചതല്ലേ? എത്യോപ്യക്കാരൻ ഷണ്ടൻ ഒരു പക്ഷേ ആദ്യമാണോ വായിച്ചത് എന്നറിഞ്ഞുകൂടാ, എന്നാലും വായിച്ചു. അറിയാൻ മേല. ഫിലിപ്പോസി എന്നൊരു ചെറിയ കാര്യം ചെയ്തിട്ടുള്ളൂ, വളരെ ചെറിയ കാര്യം. ആ ആള് ഈ ആളാന്ന് പറഞ്ഞു. ആ പറഞ്ഞിരിക്കുന്ന ദാസൻ കർത്താവായ യേശു ക്രിസ്തുവാന്ന് പറഞ്ഞു. കാര്യം മുഴുവൻ മനസ്സിലായി. കണ്ടോ ശരിയായ വ്യാഖ്യാനം എത്ര സിമ്പിളാന്ന് നോക്കിയേ. ശരിയായ വ്യാഖ്യാനമാണ് നമ്മളെ രക്ഷയിലേക്ക് നടത്തിയെങ്കിൽ ശരിയായ വ്യാഖ്യാനങ്ങളാണ് രക്ഷയിൽ നമ്മളെ വളർത്തുന്നതും. പത്രോസ് പുസ്തകം പറഞ്ഞില്ലേ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. രക്ഷയ്ക്കായി ഗ്രോ ഇൻ റെസ്പെക്ട് ടു സാൽവേഷൻ. രക്ഷയുടെ ആ തലമുണ്ടല്ലോ, അവിടെ വളരണമെങ്കിൽ മറ്റു ഭക്ഷണം കഴിച്ചാൽ പോരാ, ഫിലോസഫിയും സൈക്കോളജിയും പഠിച്ചാൽ പോരാ. ലോകത്തിൽ ഒരുപാട് പോഷക ഭക്ഷണങ്ങളുണ്ട്, ഇത് പോരാന്ന് പറഞ്ഞു. ഒരുപാട് ദ്രാവകങ്ങളുണ്ട് സമ്പുഷ്ടമായത്. പക്ഷേ രക്ഷയുടെ വളർച്ച അത് ഈ ഭക്ഷണം കഴിച്ചാലേ നടക്കുള്ളൂ. ദൈവവചനത്തിൻ്റെ ആ പാല് അത് ശരിയായ രീതിയിൽ കുടിക്കുമ്പോൾ നമ്മൾ വളരും. അതുകൊണ്ട് നമ്മുടെ ദൗത്യം എന്താ? നമ്മൾ വളരാൻ, നമ്മുടെ ആളുകളെ കൂടെ വളർത്താൻ ഈ ദൈവത്തിൻ്റെ വചനം ആളുകൾക്ക് അവർക്ക് ദഹിക്കുന്ന രീതിയിൽ, മനസ്സിലാക്കുന്ന രീതിയിൽ, ഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് വിളമ്പിക്കൊടുക്കുന്ന ഒരു വലിയ ദൗത്യം. അതാണ് ഒരു വേലക്കാരൻ്റെ പണി. വചനം പ്രസംഗിക്കാം എന്ന് മാത്രമല്ല, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം, നേരായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ ഈ ശരിയായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് കാര്യങ്ങളോടെ എൻ്റെ മനസ്സിൽ വന്ന് പറയാം. ഒന്ന്, ശരിയായ കാര്യങ്ങൾ പഠിപ്പിക്കണം. രണ്ട്, ശരിയായ രീതിയിൽ പഠിപ്പിക്കണം. ഇത് രണ്ട് ശരിയായാലേ ഈ വചന പഠിപ്പിക്കൽ ശരിയാകുള്ളൂ. ഒന്ന്, ശരിയായ കാര്യം പഠിപ്പിക്കണം. ഇപ്പോൾ ഒരു കാര്യം വായിച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അത് സംബന്ധിച്ച് പറയും. എന്തെല്ലാം തെറ്റായ പഠിപ്പിക്കലുകൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ശരിയായിട്ട് പഠിപ്പിക്കണം. പൗലോസ് അപ്പോസ്തലൻ ഒന്ന് രണ്ട് പ്രസ്താവനകൾ പറഞ്ഞു. വായിക്കുക തന്നെ, കേൾക്കുന്നവരെ മറച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവർ ഓർമ്മപ്പെടുത്തുക. ഇതൊരു ചെറിയ കാര്യമായിട്ടല്ല പറഞ്ഞേ. ഇത് വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞപ്പോൾ കൊടുത്ത ആ സോളം ചാർജിങ് ഉണ്ടല്ലോ, അതേ ചാർജാണ് ഇവിടെയും. കർത്താവിനെ സാക്ഷിയാക്കി ഓർമ്മപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഈ വേണ്ടാത്ത വാഗ്വാദങ്ങൾ ചെയ്യരുത് എന്നുള്ള കാര്യമാണ്. ഇപ്പം നമ്മളും കുറേയൊക്കെ വാഗ്വാദം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വാഗ്വാദങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലും വരുന്ന ഒരു വലിയൊരു തെറ്റാണ്, ഒരു തോന്നൽ ഇപ്പോൾ വന്നത്, കർത്താവ് ഇത് വേണ്ട കാര്യമാണോ വേണ്ടാത്ത കാര്യമാണോ? ഭയങ്കര വാദപ്രതിവാദങ്ങൾ. ഇപ്പം ഞാനും ജോസഫ് സഹോദരനും നടത്തിയിടത്തോളം വാദപ്രതിവാദം ഈ അടുത്ത കാലത്ത് ആരും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിൽക്കാതെ. ഇത് വേണ്ടതിനാണോ വേണ്ടത്? വാഗ്വാദം ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഒരു വാഗ്വാദങ്ങൾ വേണമല്ലോ. ആശയവിനിമയത്തിൻ്റെ ഒരു നല്ല മാർഗമാണ് ഡിബേറ്റ്സ്. അപ്പോളജറ്റിക്സിലൊക്കെ നല്ല ഡിബേറ്റ്സ് ഒക്കെ ഇല്ലേ? എന്തൊരു വലിയ സർവീസാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ പല മത ആശയങ്ങളെയും ഈ ലോകത്തിൽ അതിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടിയത് ഡിബേറ്റ്സിലൂടെയാണ്. നമുക്ക് എല്ലാവർക്കും അനുഭവമാണ് ഈ കാലങ്ങളിൽ. അപ്പോൾ ഡിബേറ്റ്സ് വളരെ പവർഫുള്ളാണ്. ഇപ്പോൾ നല്ല അപ്പോളജറ്റിക്സിനെയൊക്കെ നോക്കിയാൽ അവരെ പരിചയപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ ജോൺ ലെനോക്സിനെയോ വില്യം ലെയ്നെയോ ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവർ പറഞ്ഞത് ഹി ഹാസ് ഡിബേറ്റഡ് ടു സച്ച് ആൻഡ് സച്ച് ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത്.
പീറ്റർ സിംഗറോട് വാദിച്ചിട്ടുണ്ട്, ഡോക്കിൻസിനോട് വാദിച്ചിട്ടുണ്ട്, ഹിസ്റ്റമിനോട് വാദിച്ചിട്ടുള്ള ആളാണെന്ന് പറയുമ്പോൾ തന്നെ എടാ ഇത് ചെറിയ പുള്ളിയല്ലല്ലോ എന്ന്. ആ വാദങ്ങളാണ് സത്യത്തിൽ വിശ്വാസ ലോകത്തെ ഉറപ്പിച്ചു നിർത്തുക. കാരണം അവരുടെ ചോദ്യങ്ങൾ വരുന്നില്ലേ. അപ്പം ഡിബേറ്റ്സ് ഒന്നും വേണ്ടെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഡിബേറ്റ്സ് വേണം, പക്ഷെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം, ഫ്രൂട്ട്ലെസ് എന്നാണ് അവിടെ പറഞ്ഞത്. പ്രയോജനമില്ലാത്ത വാഗ്വാദങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ അതിൻ്റെ 16-ാം വാക്യത്തിൽ 21-ാം വാക്യം, ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം, വിവരം കെട്ട തർക്കങ്ങൾ, അത് ചുമ്മാ വഴക്കുണ്ടാക്കുമെന്നാണ് പറയുന്നത്. വഴക്കുണ്ടാക്കും, അത് ഒഴിഞ്ഞിരിക്കുക. അനാവശ്യമായ വഴക്ക്, ചില ഭിന്നതകളൊക്കെ ആവശ്യമാണ് നമുക്ക് അറിയാം. വേണ്ടാത്ത കാര്യങ്ങൾക്ക് വിഭാഗീയതകൾ കാണോ? ദൈവത്തിൻ്റെ നന്മകളുടെ ആ ഗ്രഡേഷനിൽ എവിടെയാണ് നമുക്ക് ഇതിൻ്റെ സ്ഥാനം? പ്രയോറിറ്റി ലിസ്റ്റിൽ മേലെ വെക്കേണ്ടതാണോ താഴെ എവിടെയെങ്കിലും കിടക്കേണ്ട ഒരു കാര്യമാണോ? ഇത്തരം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സാരമില്ല എന്ന് വെക്കേണ്ടതാണോ? റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ, ഇപ്പോൾ ഭക്ഷണത്തെ സംബന്ധിച്ച് വാദിച്ചപ്പോൾ ഒരുത്തിന് എല്ലാ ഭക്ഷണവും കഴിക്കണം, ഒരുത്തിനൊന്നും കഴിക്കുകയല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വിട്ടുവീഴ്ച ചെയ്യുക, സഹിക്ക്. കാരണം ദൈവരാജ്യം ഭക്ഷണം കഴിക്കലോ കഴിക്കാതിരിക്കലോ അല്ല, അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മ സന്തോഷവുമാണ്. അതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഭക്ഷണം കഴിക്കുന്ന അവന് വലിയ വിഷമമാണെങ്കിൽ കഴിക്കാതിരിക്കുക, ഞാൻ മാംസം കഴിക്കുന്നില്ല. പിന്നെ ദിവസങ്ങളുടെ ആചരണം, ചില ദിവസം വലിയ ദിവസം, ചിലത് അത്ര മോശം. ഒരുത്തൻ അങ്ങനെ ആചരിക്കുന്നു, ഒരുത്തൻ എല്ലാ ദിവസവും ആചരിക്കുക. ഇതേപ്പറ്റി ഒരുപാട് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഒരാൾക്ക് വലിയ വിഷമമാണെങ്കിൽ പറ്റുമെങ്കിൽ ആ ദിവസം അങ്ങ് ചെയ്യുക. ഇനിയിപ്പോൾ ചൊവ്വാഴ്ച ഒരു ചീത്ത ദിവസമാണ് പെരേക്കൂടലിന്, അത് മോശമാണ്. വിശ്വാസിക്ക് അത് പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇനി അങ്ങനെയുള്ള അല്ലെങ്കിൽ വെള്ളിയാഴ്ച കല്യാണം നടത്താൻ പാടാണ്, വലിയ നിർബന്ധമാണ്. ചിലർക്കൊക്കെ നിർബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളിയാണ് ശരിയാണ്, അവിടെ ഇരിക്കട്ടെ. അതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാവുന്ന കാര്യം. എന്നാൽ പിന്നെ ഞാൻ മനഃപൂർവ്വം ഞാനൊന്ന് വെള്ളിയാഴ്ച കല്യാണം നടത്തി എൻ്റെ കല്യാണം ഒന്ന് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാം. ഇതിനൊന്നും പോയിട്ട് വെറുതെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ കല്യാണം അങ്ങനെ പൊളിഞ്ഞാൽ അതിൻ്റെ പേരിലായിരിക്കും, ചിലപ്പോൾ അവൻ്റെ വെള്ളിയാഴ്ച നടത്തുക എന്ന് പറയാൻ സാധ്യതയുണ്ട്. വിട്ടുവീഴ്ച ചെയ്യാം, എന്നാൽ വിട്ടുവീഴ്ച ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്. കണ്ടോ ഒരു പ്രയോറിറ്റി ലിസ്റ്റ്. ആ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കാം. ഇപ്പം കർത്താവ് പറഞ്ഞപ്പോഴും പറഞ്ഞു ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചു നീക്കുകയും, രണ്ടും സെറിമോണിയലി നിഷേധമാണ്, രണ്ടും കഴിക്കാൻ മേല. അപ്പോൾ കൊതുകിനെ അരിച്ച് നീക്കുമായിരുന്നാണ് പറഞ്ഞത്. വല്ല വീഞ്ഞങ്ങാൻ കുടിക്കുമ്പോൾ വല്ല കൊതുക് കത്തുപോയാൽ വലിയ പരീക്ഷന്മാർക്ക് ഭയങ്കര വിഷമമായി തീരും. അപ്പോൾ അരിച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ പക്ഷേ ഒട്ടകത്തെ വിഴുക്കുന്നുണ്ടെന്ന് അറിയാവുമെന്ന് ചോദിച്ചാൽ, അതെവിടെ ഞങ്ങൾ വിഴുകിയില്ലല്ലോ, ഉണ്ടല്ലോ. നീതി, ന്യായം, കരുണ, ഇതിന് നിങ്ങൾ എവിടെയാണ് വെച്ചേക്കുന്നത്? അപ്പന് കൊടുക്കാനുള്ളത് കുർബാന എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ടവനെ വഴിയാധാരമാക്കിയില്ലേ? അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല, അരിച്ചു നീക്കിയല്ലോ. ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു. ദ സ്പിരിറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അവിടെ പ്രയോറിറ്റി, മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളും വാദവിവാദങ്ങളും വരുമ്പോൾ നമ്മൾ അതിൻ്റെ സ്ഥാനം അറിഞ്ഞിട്ട് അതിനെ ഒന്നും ചെയ്യേണ്ടെന്നല്ല, ഡീൽ ചെയ്യാൻ കഴിഞ്ഞാൽ അത് വെറുതെ ശണ്ട, വഴക്ക്, അതുപോലെ ആളുകളെ മറിച്ച് കളയുമെന്ന് പറഞ്ഞു കേട്ടില്ലേ? ചിലരുടെ വിശ്വാസം മറിച്ച് കളയും. ഇപ്പോൾ മെനോസൊക്കെ ചെയ്തപ്പോൾ ചിലരെ സബ്വേർട്ട് ചെയ്യാന്നാണ്, അവരുടെ വിശ്വാസത്തെ മറിച്ച് കളയും. എന്നാൽ വഴക്കാണെങ്കിൽ ഞങ്ങൾ ഈ സഭയിലേക്ക് വരുന്നില്ല, അവിടെയൊന്നും അടിപിടിയാണ്, വേറെ വല്ലയിടത്ത് പോകാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ശ്രദ്ധക്കുറവായി പോവില്ലേ? അപ്പം അത് അപകടകരമാണ്. അപ്പം ശരിയായ കാര്യങ്ങൾ, ഗൗരവമായ കാര്യങ്ങൾ അത് പഠിപ്പിക്കുക. അതുപോലെ പൗലോസ് പറഞ്ഞല്ലോ, ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വാക്കാർക്ക് അഭക്തി മുതിർന്നു വരും. ഹ്യൂമനോസും ഫിലത്തോസിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, അവർ സത്യം വിട്ട് തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാമ്പിളായിട്ട് പറഞ്ഞതായിരിക്കും ഇവർ. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ദൈവവചനം വായിക്കുന്നേ, പക്ഷെ പറയുന്നത് ഘടകവിരുദ്ധമാണ്. ഞാനെപ്പോഴും ഓർക്കുക, ഞങ്ങളുടെ അനുഭവം ഓർക്കുക, ഞങ്ങൾ പണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ഒരു 5-6 വർഷം വായിച്ചത്, പഴയ ബൈബിളൊക്കെ എടുത്ത് നോക്കിയാൽ വരയ്ക്കാത്ത ഭാഗമില്ല. സകല വാക്യങ്ങളും വായിച്ച് കുറിച്ച് ഓരോ മാസവും ബൈബിൾ മാറേണ്ട സ്ഥിതിയിലാണ്. കാരണം വര തീരും അപ്പോഴത്തേനും. അങ്ങനെ വായിച്ചു പഠിച്ചു. എന്നിട്ട് ഇന്ന് ഘോര പ്രസംഗിച്ചാൽ എന്താണെന്നറിയോ? സകല കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നിൻ്റെയൊക്കെ കാര്യം പോക്കാന്നാണ് പ്രസംഗിച്ചത്. അവസാനം ഏതോ ഒരു ദൈവദാസൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ രക്ഷപ്പെടണമെങ്കിൽ ഈ വഴി പറ്റിയല്ല, കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്, ഈ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അല്ലാതെ രക്ഷപ്പെടാൻ പറ്റിയല്ല. അതായിരുന്നു സത്യം. അതിനു മുമ്പ് പറഞ്ഞു നോക്കിയോ, അസത്യങ്ങളുടെ പെരുമഴയായി. പക്ഷെ ഉപയോഗിച്ച പുസ്തകം
അത് ബൈബിളായിരുന്നു. ഇന്നും ഇത് തന്നെ നടക്കുന്നത്. നമ്മൾ പല ക്രിസ്തീയ സമൂഹങ്ങളെ നോക്കുമ്പോൾ, കൾട്ട് സമൂഹങ്ങളെ നോക്കുമ്പോൾ നമ്മളിന്ന് കാണുന്നത് എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ ഇന്നും ഞാനെപ്പോഴും ഓർക്കുക, നമ്മൾ സത്യം പറയുമ്പോൾ ഇൻഫാലിബിൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതിലൊരു തെറ്റുമില്ല. ഇറ്റ്സ് നോട്ട് തിയോളജി. തിയോളജി ഇൻഫാലിബിളും ഇന്നറിൻ്റും ആണെന്ന് അത് ദൈവവചനത്തോട് പൊരുത്തപ്പെടുന്നിടത്തോളം ഉള്ളൂ. അത് സഭാചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സങ്കടകരമായ പാഠം കൂടിയാണ്. ദൈവവചനത്തിന് മാറ്റമില്ല, പക്ഷെ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഈസ് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. റെവലേഷനാണ് നിന്നുപോയത്, ഇല്ലുമിനേഷനല്ല. വെളിപ്പാട് ദൈവം അതിന് മുദ്രയിട്ടിട്ടുണ്ട്. ഒരു പുതിയ വെളിപ്പാട് കൊണ്ടുവരാൻ പറ്റില്ല. കൊണ്ടുവന്നാൽ നമുക്ക് വിശ്വസിക്കാനും പാടാം. ദൈവത്തിന് കഴിയുമല്ലോ എന്നുള്ളതല്ല, നമുക്കത് വിശ്വസിക്കാൻ പാടാം. എങ്ങനെ അറിയോ അത് ശരിയോ തെറ്റോ എന്നുള്ളത്. എന്നാൽ ഇല്ലുമിനേഷനോ പ്രകാശനോ, ദാറ്റ്സ് എ പ്രോഗ്രസ് ഓഫ് ഇറ്റ്. സഭാചരിത്രം നോക്കിയാൽ നമുക്കറിയാം ആ പ്രോഗ്രസ് വളരെ സങ്കടകരമായ ഒരുപാട് കാഷ്വാലിറ്റീസും അപകടങ്ങളും നടന്ന വലിയൊരു പ്രക്രിയയിലൂടെ ഈ പ്രോഗ്രസ് ഇങ്ങനെ നടക്കുക. ചിലപ്പോൾ കുറച്ച് പുരോഗമിക്കും, പിന്നെ അതിനേക്കാൾ താഴേക്ക് പോകും, പിന്നെ ആരെങ്കിലും റിഫോംസ് ഉണ്ടാക്കി ഇങ്ങോട്ട് വരും, പിന്നെ താഴേക്ക് പോകും. കണ്ടോ, ആ പോക്ക് നമുക്ക് സങ്കടവും സന്തോഷമുള്ളൊരു യാത്രയാണത്. ദൈവവചനത്തിൻ്റെ അർത്ഥം, ശരിയായ അർത്ഥം എന്തെന്ന് സഭ ഒന്നടങ്കമായി തിരിച്ചറിഞ്ഞ ഒരു വലിയ ഒരു ദുർഘട പാത നമുക്ക് മുമ്പിലുണ്ട്. നമ്മളിന്നും ആ പാതയിലാണ്. പലപ്പോഴും നമ്മൾ ഓർത്തഡോക്സി എപ്പോഴും ശരിയാണെന്ന് പറഞ്ഞാലും വി നീഡ് ടു ബി കെയർഫുൾ. എല്ലാവരും പറഞ്ഞതുകൊണ്ട് ശരിയെന്ന് പറയുന്ന ആ ഫാലസി നമുക്ക് വരാൻ പറ്റില്ല. ബെറോവയിലെ വിശ്വാസികൾ നമ്മളെ പഠിപ്പിച്ച പാഠം ഏതാണ്? അത് യൂറോക്കോസ് എടുത്തെഴുതി ആ സംഭവം. തെസ്സലോനിക്കയിലുള്ളവർക്ക് ഉത്തമന്മാരായിരുന്നു, അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ബൈബിൾ തുറന്നു വെച്ചിട്ട് ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയോ എന്ന് ഞാൻ കുറേ കാര്യം പഠിച്ചു വെച്ചു, അത് തന്നെ മതി. അങ്ങനെ പറയണമോ? അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ പറയേണ്ടത്. പക്ഷെ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മൾ ആ ഓപ്പൺ മൈൻഡിൽ ശരിയോ, ഞാൻ വിശ്വസിക്കുന്നത് ശരി തന്നെയോ എന്ന് ഉറപ്പുവരുത്തുക. ഈവൻ അപ്പസ്തലനായിരിക്കുന്ന പൗലോസ് പോലും അങ്ങനെ വ്യാഖ്യാനിച്ച അത്ര ശരിയല്ല എന്ന് പറയും. എന്നാലും ഞാൻ ഈ പ്രസംഗിച്ചത് അപ്പസ്തലന്മാരോട് ചെന്ന് പറഞ്ഞു, ഇതാ ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞു. അത് എന്തിനു പറഞ്ഞു? പൗലോസിനെ ഉറപ്പാക്കാനാണെന്നും പറയാൻ നമുക്ക് പ്രയാസമുണ്ട്. പൗലോസിൻ്റെ അധികാരവും ആ അപ്പസ്തോലത്വത്തിൻ്റെ ഗൗരവവും പരിഗണിക്കും. എന്നാൽ ഒരു കൺഫ്യൂഷൻ വരണ്ട, ആർക്കും വരണ്ട. പൗലോസിനും വരണ്ട, പത്രോസിനും വരണ്ട, ആർക്കും വരണ്ട. അവർ പറഞ്ഞു, ഇതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം, കൂട്ടായ്മയുടെ വലങ്കൈ. കണ്ടോ, ഒരു പരിശോധന. നമുക്കും വേണം ആ പരിശോധന. ഇത് ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഈ വചന സത്യങ്ങൾ സെറ്റായ കുറേ പാറക്കഷ്ണങ്ങളാണ്, അതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ല. ഇറ്റ് ഈസ് എ ഡൈനാമിക് റിയാലിറ്റി, ട്രൂത്ത്. അതിനൊരു ചലനാത്മകതയുണ്ട്. അപ്പം നമ്മൾ ആ ചലനാത്മകതയ്ക്കൊപ്പം നമ്മൾ നിൽക്കണം. ഇപ്പം ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഓർക്കുക. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസത്തല്ല രക്ഷ, എല്ലാം കിട്ടിയെന്നാണ് ആദ്യം ഓർത്തത്. എന്നതാ കിട്ടിയത്? അവിടെ തുടങ്ങിയതല്ലേ ഒരു ദീർഘയാത്രയുടെ ഒരു കാഴ്ചയുടെ അവിടെ വെച്ചേ. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കും തോറും ഇത് തീരുവാണോ? തീരുവല്ല. എനിക്ക് തോന്നുന്നു ജോസും ഞാൻ അന്ന് സഭ ഉപദേശങ്ങൾ എന്നൊരു പുസ്തകം എഴുതി. നമ്മുടെ സഭയുടെ കൽപ്പനകൾ പോലെ കാനനിലോ എഴുതിയതുപോലെ എഴുതി. അന്ന് നമ്മൾ ഓർത്തെ അതാണ്. ഇനി അതൊന്നും തിരുത്തണമെന്ന് ഞാൻ പറയല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ കൊണ്ട് നിന്നോ, പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ പോകുമല്ലേ. പിന്നെ ഞാൻ ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമി പോയപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതൊരു തീരുമാനം വരുത്തിയിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പോയത്. കുറേ ചോദ്യങ്ങളുമായിട്ടാണ് പോയത്. അത് ഗ്രീക്ക് പഠിച്ചാലേ ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വലിയ തെറ്റിദ്ധാരണയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി പഠിച്ചു. ഇന്ന് അത്ര അറിയാൻ മേലെങ്കിലും അന്ന് നന്നായി പഠിച്ചു എന്ന് പറയാം. ഗ്രീക്ക്, ഹീബ്രു അന്നത്തെ രീതിയിൽ നന്നായി പഠിച്ചു. എന്നിട്ട് തീർന്നു? തീർന്നിട്ടില്ല. അത് അറിവിൻ്റെ ആകാംക്ഷയുടെ പുതിയ ആവന്യൂസ് നമ്മുടെ മുമ്പിൽ തുറന്നിടുകയാണ് സത്യത്തിൽ ചെയ്തത്. തിയോളജി പഠിപ്പിച്ചു പിന്നെ പല ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ. എന്നിട്ട് തീർന്നോ? എനിക്കെല്ലാം അറിയാമെന്ന് പറയുമോ? ദ മോർ വി നോ ദ മോർ ദ ഡിസയർ. അറിയുന്തോറും ആ ഡിസയർ കൂടുക. അത് ആളെ സ്നേഹിക്കുന്നത് പോലെയാണ്. സ്നേഹം കൂടുന്തോറും സ്നേഹം കുറയുവാണോ? സ്നേഹിച്ച് മടുത്തു എന്നാണോ പറയുന്നത്? ഭാര്യമാരെ സ്നേഹിച്ച് മടുത്തെങ്കിൽ അവരെ സൂക്ഷിച്ചോണം. ഭർത്താക്കൾ കൂടുതൽ സ്നേഹിക്കുന്നവർ സ്നേഹം പിന്നെയും കൂടുക. കർത്താവിനെ കൂടുതൽ അറിയാം, ഏതാണ്ട് ഒരു പരുവത്തിന് അറിഞ്ഞു എന്നാണോ നമ്മൾ പറയാ? അല്ല, അറിയുന്തോറും ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നാ പറയാ. ഇൻഫിനിറ്റി ഇസ് റിമൈനിങ്.
കുറച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഏതാണ്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പണ്ട് ഓർക്കുന്നുണ്ട്, ഒരു സഹോദരനെ പഴയ കാലത്താണ് IBSന് വിളിച്ചു. അല്ല, IBSന് വരുമല്ലേ എന്ന് വെച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, ഞാനിതൊക്കെ പഠിച്ചതാടോ എന്ന് പറഞ്ഞു എന്നോട്. ഞാനോർത്ത് ശരിയായിരിക്കും, ഒരു പ്രായമുള്ള ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. അതെന്നാണ് ഞാൻ ആ സ്ഥിതിയിൽ എത്തണമെന്ന് ഞാൻ ഇപ്പോഴും ഓർത്തിക്കൊണ്ടിരിക്കുക. ഓരോ വേദഭാവം വായിക്കുമ്പോഴും അറിയാനുള്ള ഒത്തിരി കാര്യം, അറിയുന്ന ഒത്തിരി കാര്യമുണ്ട്. അതിലാണ് നിൽക്കുന്നത്, അറിയാനുള്ള ഒത്തിരി കാര്യം. സത്യത്തിൽ ഈ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഈ ക്യൂരിയോസിറ്റി ടു നോ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ദ വിൽ ഓഫ് ഗാഡ്, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാം, പിന്നെയും തിരിച്ചറിയാനുള്ള ആ ആകാംക്ഷ, ആ അറിവ്, അതാണ് നമ്മളെ നിലനിർത്തുന്നത്. ഇപ്പോൾ ഒരു നല്ല യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആരെങ്കിലും എഴുതിയ കുറേ പാഠപുസ്തകം പഠിപ്പിക്കുന്നതാണ് യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റി നല്ലതാകുന്നത് അവിടെ ഒരു റിസർച്ച് വിങ് ഉണ്ട്. പുതിയ അറിവുകൾ അവർ ഉണ്ടാക്കുകയോ ചെയ്യുന്നത്, പുതിയത് അവർ പാഠപുസ്തകം എഴുതുന്നവരാണ് നല്ല യൂണിവേഴ്സിറ്റി. വല്ലവരുടെയും പാഠപുസ്തകം പഠിപ്പിക്കുന്നവർ നമ്മുടെ ഞാൻ പറയുന്നത് നമ്മുടെ നല്ല യൂണിവേഴ്സിറ്റി, നമ്മുടെ മോശം യൂണിവേഴ്സിറ്റികൾ വരിയിരിക്കും. അവിടെ റിസർച്ച്. അപ്പോൾ ഒരു ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഹീസ് എ ലേണർ, ഹീസ് എ സ്റ്റുഡൻറ്റ്. അവനൊരു വേദ വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. ഈ പഠനത്തിൻ്റെ പ്രോഗ്രസ്സിൽ അവൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകളുണ്ട്. ദേ ആർ ഓൾസോ കമ്മിങ് വിത്ത് ഹിം. സെറ്റിൽഡ് ആയാൽ ഇവനൊന്നും പുതിയത് പറയാനില്ല എന്ന് പറയും. പുതിയതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് വചനത്തിന് വിരുദ്ധമായ ഒന്നുമല്ല. ഈ കാര്യത്തിന്മേൽ പിന്നെയും ഇപ്പം ആറ്റത്തെ പറ്റി, തന്മാത്രയെ പറ്റി പഠിച്ചു. ആദ്യകാലത്ത് എന്നാ പഠിച്ചത്? ജലത്തിൻ്റെ ഏറ്റവും ചെറിയ കഷ്ണം ഒരു തുള്ളിയാണെന്നായിരിക്കും ഓർത്തിരുന്നത്. പിന്നെ അവർ കുറച്ചുകൂടെ അടിയിലേക്ക് പോയി, മോളിക്യൂളാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ആറ്റാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവരെന്നാ പറഞ്ഞത്? ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഏതാണ്ടൊക്കെ ഉണ്ടോ ഒന്നും അറിയാൻ മേലാന്നാണ് അവർ പറയുന്നത്. എവിടം വരെ പോകും? പഠിത്തം തീർന്നോ? ഏതാണ്ട് അതുപോലെ ദൈവത്തിൻ്റെ പ്രപഞ്ചം സൃഷ്ടിച്ചവനായിരിക്കും ദൈവത്തിൻ്റെ മഹാപരിപാടി. എന്തെങ്കിലും ഒരു 4 വാക്ക് പറഞ്ഞിട്ട് നമ്മൾ എനിക്കെല്ലാം പറഞ്ഞു എന്നല്ല, പറഞ്ഞതൊക്കെ പറഞ്ഞു ശരിയായിരിക്കട്ടെ, പക്ഷേ ദർ ഇസ് എ വേൾഡ് ബിയോണ്ട് ദാറ്റ്. കർത്താവിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ദുരൂഹമായിരിക്കുന്ന ഒരു മിസ്റ്ററി ആയിട്ട് അവനെന്നും ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അറിവിൻ്റെ ആഴം. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിലെ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം എഴുതിയില്ലേ, ദൈവത്തിൻ്റെ ജ്ഞാനം, ധനം എന്നിവയുടെ ആഴമേ എന്ന് പറഞ്ഞില്ലേ. അതിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്ത് എൻട്രൻസ് കിട്ടിയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് ഈ പഠനാനുഭവം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ വളരുമ്പോൾ അതിനൊപ്പം നമ്മുടെ ആളുകളും കൂടെ വരും. എടാ ഇതൊന്ന് കേൾക്കാമല്ലോ, ഇത് ചിന്തിക്കണമല്ലോ, ഇതിൽ അനുഗ്രഹമുണ്ട്. ദർ ഇസ് എ റിന്യൂവിങ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്, ദർ ഇസ് എ ഡീപ്പനിങ് ഓഫ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ആഴങ്ങളുണ്ട്, ഒരു കൂടുതലുണ്ട്, ഒരു വിശാലത വരികയാണ്. പിന്നെ അതൊരു സമഗ്രത വരികയാണ് അല്ലേ. പല ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ചേട്ടാ ദാറ്റ് ഫിറ്റ്സ് ഹിയർ, അതിവിടെ ഫിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഒരു സമഗ്രമായിരിക്കുന്ന ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാട്. ഇതൊരു ഒരു വേദവിദ്യാർത്ഥിയുടെ ഒരു ശ്രമമാണ്, ഒരു പുരോഗതി. അതിന് നമുക്ക് തടയാൻ പറ്റില്ല. ഞാൻ മത്തായി സുവിശേഷം 13 കർത്താവ് പറഞ്ഞൊരു വാക്യം ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. അവൻ അവരോട്, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായി തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാവുന്നു. ഞാൻ എന്നും ഓർത്തുണ്ട്, എന്താ ഈ പുതിയതും പഴയതും? ഇപ്പോൾ പഴയ നിയമം പുതിയ നിയമം എന്ന് പറയാൻ ഏറ്റവും എളുപ്പം. പഴയ നിയമം പുതിയ നിയമം എടുത്തു കൊടുക്കണമല്ലോ. അതെൻ്റെ രീതിയിൽ മാർട്ടിൻ ലൂതർ പോലും കട്ടിങ് ദ വേർഡ് സ്ട്രെയിറ്റ് എന്നുള്ളതിന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ദ ലോയും ഗ്രേസും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് വേണം ദൈവത്തിന് ഉപദേശിക്കാമെന്ന് ഒരു വ്യാഖ്യാനമാണ് കൊടുത്തതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പഴയതും പുതിയ നല്ല ഐഡിയ ആണ്. പക്ഷേ ഈ പഴയതും പുതിയതും എന്താ ശരിയാണോ എന്ന് മുഴുവൻ അറിഞ്ഞൂടാ. ബട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാവേ, എൻ്റെ അഭിപ്രായം പറയാമെന്നൊക്കെ പറഞ്ഞു. ചിലതൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റായ കാര്യമാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പം ചില ബൈബിൾ ക്ലാസ്സൊക്കെ പറഞ്ഞു, എന്നതാ പറഞ്ഞത് എന്നെ പിന്നെയും പറഞ്ഞു. ഒരു സങ്കീർത്തനം വായിച്ചിട്ട് യഹോവ എൻ്റെ ഇടയനാവുന്നു. യഹോവ എൻ്റെ ഇടയനാവുന്നു. ആരുടെ ഇടയനാണ്? എൻ്റെ ഇടയൻ. ആരാണ് ഇടയൻ? യഹോവ. ആരാണ്? യഹോവയാണ്. എന്താണ് ഇടയൻ? അതിങ്ങനെ ഒരു 10 തവണ കേട്ട് ആദ്യം പറയുമ്പോൾ ഭയങ്കരമായിരിക്കും. 10 തവണ കേട്ട് കഴിയുമ്പോൾ നല്ല എക്സ്പ്രഷനൊക്കെയാണ്, പക്ഷേ മടുത്തുമില്ലേ? അപ്പോൾ ഈ സങ്കീർത്തനം വായിച്ചിട്ട് 21 സങ്കീർത്തനം വായിച്ചിട്ട് അത് പിന്നെയും ചിന്തിച്ച് ധ്യാനിച്ച് വരുമ്പോൾ there is something to build on that. കുറച്ചുകൂടെ വിശാലത, കുറച്ചുകൂടി ആഴം, കുറച്ചുകൂടെ ഗഹനത, കുറച്ചുകൂടി അനുഭവപരം. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും, പക്ഷെ വേറൊരാൾ പറയുമ്പോൾ ഇറ്റ് വാസ് സ്പീക്കിംഗ് ടു മൈ ഹാർട്ട്, അതെൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞാലോ എനിക്ക് ഒന്നുകൂടെ മനസ്സിലായി. അതല്ലേ പഠനം. അപ്പോൾ പഴയത് പുതിയെന്ന് പറഞ്ഞാൽ
കുറേ കാര്യങ്ങൾ നമ്മൾ നിൽക്കുന്ന ഉറപ്പുള്ള പഴയതുണ്ട്. പക്ഷെ അവിടെ തന്നെ നിൽക്കരുത്. ഈ ബിൽഡിങ് മേലോട്ട് പണിയണം, പണിതുയർത്തണം. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ അടിസ്ഥാനം ഇട്ടു, ആരും മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ദൈവവചനത്തിന് അടിസ്ഥാനമാണ് ക്രിസ്തുയേശു എന്ന അടിസ്ഥാനമുള്ള മറ്റൊന്നിടാൻ പറ്റില്ല. പക്ഷെ മറ്റൊരുത്തൻ മീതെ പണിയുന്നു. എന്താ പണി? ആ പൗലോസ് പറഞ്ഞ എന്താന്ന് പറഞ്ഞു കൊടുക്കുന്ന പണി, അതിൻ്റെ അർത്ഥവ്യാപ്തി എന്തെന്ന് ഗ്രഹിപ്പിക്കുന്ന പണി. അങ്ങനെ പണി. എന്നാൽ ചിലരോ മരം പുല്ല് വൈക്കോലും കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. തൽക്കാലത്തേക്ക് ഒരു മഴയൊക്കെ വരുമ്പോൾ ചെയ്യാനൊക്കെ ചിലപ്പോൾ കൊള്ളായിരിക്കും അതൊക്കെ. പക്ഷെ കാറ്റും മറിച്ചും ന്യായവിധി വരുമ്പോൾ, മഴയും വരുമ്പോൾ കത്തിപ്പോവില്ലേന്ന് ചോദിച്ചു, തീ വരുമ്പോൾ കത്തിപ്പോവില്ലേന്ന് ചോദിച്ചു. നമ്മുടെ പണി അത് ബിൽഡ് ചെയ്യുന്ന, സഭയെ സ്ട്രെങ്തൻ ചെയ്യുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഉറപ്പിക്കുന്ന, എല്ലാ ചോദ്യങ്ങൾക്കും ദൈവവചനവും ക്രിസ്തുവും അല്ലാതെ മറ്റൊരു വഴി മുമ്പിലില്ല എന്നും ഇത് മുറുകെ പിടിക്കാമെന്നും ആളുകൾക്ക് ഉറപ്പ് കൊടുക്കുന്ന, ധൈര്യം കൊടുക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ധൈര്യപ്പെടുത്തുന്ന, മുന്നോട്ട് നടത്തുന്ന ആ പ്രബോധനങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ആ പുതിയത് കൊടുക്കണമെന്ന്. എന്തെങ്കിലും പുതിയത് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ പഴയത് പറയാനുണ്ട്. അതിന്മേൽ നിന്നല്ലേ പുതിയത് പറയാൻ പറ്റുള്ളൂ. അതേസമയം ആ പഴയതിൽ അടങ്ങിയിരിക്കുന്ന ആ പുതുമകൾ, ഞാൻ അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോയെന്ന് പറയുകയാണ്. വചനപരിജ്ഞാനത്തിൻ്റെ പുരോഗതി പൗലോസും പത്രോസും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പത്രോസ് പറഞ്ഞില്ലേ, കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ എന്നല്ലേ, ഗ്രോ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു സെറ്റ് ചെയ്തിട്ടില്ല. അത് പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തെ വാക്കാണ്, ഗ്രോ ഇൻ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ്. എന്നിട്ട് പറയുകയാണ് അവൻ ഇപ്പോഴും എന്നേക്കും മഹത്വം എന്ന് പറഞ്ഞു. ഗ്രോയിങ്. കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഈ പുരോഗതി പഠിപ്പിക്കുന്നവരുടെ വളർച്ചയാണ് പഠിക്കുന്നവരിലേക്ക് പകരുന്നത് നമ്മൾ ഓർക്കണം. ഇത് ഒരു പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ്. നമ്മൾ പഠനം നിർത്തിയാൽ നമ്മുടെ ആൾക്ക് പിന്നെ പഠിക്കാനൊന്നുമില്ല. ഒരു അധ്യാപകം പഠിത്തം നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആ പിള്ളേർക്ക് വലിയ പഠിക്കാനില്ല എന്നുള്ളത് നമ്മുടെ അനുഭവമല്ലേ, എല്ലാവരും പറയുന്നല്ലേ. ഹീസ് എ ലേണർ. അവൻ്റെ അടുത്ത് നിന്നിട്ട് പഠിക്കാനായിട്ടുള്ളൂ, അല്ലെങ്കിൽ പഠിച്ച് തീർന്നു പോയില്ലേ. തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ദൈവശാസ്ത്രത്തിൻ്റെ ആഴം എന്താണ്? അപ്പോൾ സഭ ഒരു വളരുന്ന ഒരു സഭയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് പുൾപിറ്റ്, നമ്മുടെ പ്രസംഗപീഠം. അവിടെ നിൽക്കാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചിരിക്കുക. ഈ പുസ്തകം തന്ന് അത് വിശദീകരിച്ച് തരാനുള്ള പരിശുദ്ധാത്മാവിനെ തന്നത്, ജ്ഞാനം കുറവാണ് ദൈവത്തോട് ചോദിക്കാനുള്ള പ്രാർത്ഥനയുടെ വഴി തന്നിട്ട് നമ്മളെ പോയി പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടേക്കാണ്. അവിടെ നമ്മുടെ കേൾക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ, ഒരു മാറ്റം വരുത്താൻ അത് കഴിയുന്നില്ല എങ്കിൽ ഇതൊരു ഡെഡ് മിനിസ്ട്രി അല്ലേ. അപ്പോൾ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ. കർത്താവേ, നിൻ്റെ വചനം ഞാൻ ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവേ അത് ഹൃദയങ്ങളെ സ്പർശിക്കണം. അതിനെ സത്യം പറയണമെന്ന് മാത്രമല്ല, അത് ശരിയായ രീതിയിൽ അത് അവതരിപ്പിക്കാനായിട്ട് കഴിയണം. ശരിയായ രീതി പഠിപ്പിക്കാമെന്നും കൂടെ ഞാൻ പറഞ്ഞപ്പോൾ, റൈറ്റ് മെത്തഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും ഒരുപാട് മെത്തഡോളജീസൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പോസിറ്ററി മെസ്സേജ് എന്ന് കേട്ടിട്ടില്ലേ? മിക്കവാറും പേരെല്ലാം കേട്ടിട്ടുണ്ടാവും. അത് എന്താണെന്ന് പിന്നെയും വായിച്ച് പഠിക്കുക. നമ്മളൊരു IBSൽ തന്നെ ഡെയിൽ ഡോറോൺ വന്നെടുത്തിട്ടുണ്ട്. പിന്നെ പലതിലും എനിക്ക് ആദ്യം എന്നെ ബൈബിൾ പഠിപ്പിക്കാനായിട്ട്, ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് ആദ്യം പഠിപ്പിച്ച ആൾ എൻ്റെ ഓർമ്മയിൽ AP ജോസഫ് സഭ. ആദ്യം എസ്തഫാൻ സോറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഒരു LTC നടത്തി. പത്രോസിൻ്റെ ലേഖനം, 1-ാം ലേഖനത്തിൻ്റെ ആദ്യ 3 വാക്യങ്ങൾ എന്നാണ് 1-ാം ലേഖനമാണെന്ന് തോന്നുന്നു. 3 വാക്യം വായിച്ചു. ഓഫാൻ്റെ അടുത്ത് വായിച്ചായിരിക്കും, നേരത്തെ പ്രിപ്പയർ ചെയ്തൊന്നും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് വായിച്ചു. എന്താ ഇത് പറഞ്ഞേക്കുന്നേ? ചിന്തിക്കണം. എന്നിട്ട് പറഞ്ഞ് അതിനെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഞാൻ എൻ്റെ മനസ്സിൽ 1-ആണോ 2-ആണോ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഇബ്രാഹിം സഹോദരനാണ്. ഇബ്രാഹിം സഹോദരൻ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചും വിഷമിപ്പിച്ചും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണെന്നറിയാമല്ലോ. പിന്നെ പല പാഠങ്ങൾ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ACA പോയപ്പോഴും എനിക്ക് വന്നു ഒരു 3 കോഴ്സാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ സെലക്ഷന്. ഒന്ന് ബേസിക് ഹോമിലറ്റിക്സ്, പിന്നെ സീനിയർ തിയോളജി, പിന്നെ ഞങ്ങൾക്ക് വേറെ 2-3 നാരറ്റീവ് പ്രീച്ചിങ് എന്നൊക്കെ പറഞ്ഞു പിന്നെയും പലതും ഉണ്ടായിരുന്നു. ഇപ്പോൾ ACAയിൽ എനിക്ക് കിട്ടിയതായിരിക്കുന്ന ഏറ്റവും നല്ല പരിശീലനം ഈ ഹോമിലറ്റിക് ട്രെയിനിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാം പൊതുവേ നല്ലതായിരുന്നു, എല്ലാം അനുഗ്രഹമായിരുന്നെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം
ഒരു വളരെ ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു എക്സ്പോസിറ്ററി മെസ്സേജിൻ്റെ ടീച്ചിങ് ആണ്. പ്രത്യേകിച്ച് ഉപയോഗിച്ചത് രമേഷ് റിച്ചാർഡിൻ്റെ പുസ്തകം, ഹാഡൻ റോബിൻസൻ്റെ പുസ്തകം, ഇതൊക്കെ ഉപയോഗിച്ച് പല പ്രൊഫസർമാർ ചേർന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മാർക്കൊക്കെ ഇട്ട് ഇവാലുവേറ്റ് ചെയ്തൊരു കാര്യം. ഇത്രയൊക്കെ ചെയ്തിട്ട് നീ ഇപ്പം ഇതാണോ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചേക്കല്ലേ. അപ്പം അത് ഒരു പഠിപ്പിക്കൽ, ആ മെത്തഡോളജി നമുക്കറിയാം. ഞാൻ നേരത്തെ പറയാം, അതാ നമ്മളിപ്പോൾ ചെയ്യണേ, ഏതാണ്ട് ഒക്കെയാണ് ചെയ്യുന്നല്ലേ. എന്താ വിഷയം എന്നാൽ കണ്ടുപിടിക്കുക, ആ വിഷയത്തെ ഔട്ട്ലൈൻ ചെയ്തിരിക്കാതിരിക്കുക, അതിന് ഇൻട്രഡക്ഷൻ പറയുക, അതിനെ നന്നായി ക്രമമായിട്ട് അത് അവതരിപ്പിക്കുക, 1 by 1 ആയിട്ട് അവതരിപ്പിക്കുക, അതിൻ്റെ മെയിൻ തീം ഓർത്തിരിക്കുക, അവസാനം നന്നായി കൺക്ലൂഡ് ചെയ്യുക, അവതരിപ്പിക്കുക ഓരോ വേദഭാഗവും. അങ്ങനെ അവതരിപ്പിക്കാൻ പോയ ടെക്സ്റ്റ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഏത് ടെക്സ്റ്റ് എടുത്താലും ബൈബിൾ ഇങ്ങനെ കണ്ണടച്ചിങ്ങ് തുറന്നിട്ട് 32-ാം സങ്കീർത്തനം അത് പഠിക്കാമല്ലോ. അത് നമ്മൾ പറഞ്ഞാൽ അവിടെ ഒരു മെസ്സേജുണ്ട് എവിടെ തുറന്നു നോക്കിയാലും. പിന്നെ ഈ യഗസ്കേലും ഇതൊക്കെ ഒന്നും എനിക്കറിയാൻ മേല കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ഇച്ചിരി വലിയ പാസേജ് എടുക്കണം. വലിയ പാസേജ് എടുത്താലുണ്ട്. ചിലപ്പോൾ ഒരു പുസ്തകം തന്നെ ആയിരിക്കും, ചിലപ്പോൾ വേർഡ്സ് ആയിരിക്കും. ഇപ്പം സ്പർജൻ്റെ പ്രസംഗങ്ങളൊക്കെ നോക്കുക, മിക്കവാറും എനിക്ക് വന്ന ഒരു വാക്യം എടുക്കുക. ഇപ്പം നമ്മൾ എടുത്തോളൂ ഒരു വാക്യം, അതിനെ അങ്ങ് എക്സ്പോസ് ചെയ്യും. സോ ബ്യൂട്ടിഫുൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ സ്പർജൻ എഴുതിയത് വായിച്ചുകൊണ്ടിരിക്കുക. എവിടെ നിന്നാണ് ഈ ചിന്തകളൊക്കെ വരിക നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ബൈബിളിലുള്ള, പക്ഷേ ഒരു മനുഷ്യൻ ദൈവാത്മ പ്രേരിതനായിട്ട് ഇരുന്ന് ആ ഉത്തരവാദിത്വ ബോധത്തോടെ ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോൾ ദ ലോർഡ് ഈസ് ഗിവിങ്, കർത്താവ് കൊടുക്കുകയാണ്, ദൈവമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് വിദ്യാഭ്യാസം വേണം. എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതിന് ഒത്തിരി വിദ്യാഭ്യാസമൊന്നും വേണ്ട. അക്ഷരാഭ്യാസം വേണം, സാമാന്യബോധം വേണം. ഇതാണ് ദൈവവചനം പ്രസംഗിക്കാൻ. പിന്നെ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മകൃപയൊക്കെ വേറെ. സാധാരണ പറഞ്ഞാൽ അക്ഷരാഭ്യാസം വേണം, വായിക്കാനും മനസ്സിലാവണം. പിന്നെ സാമാന്യബോധം. ന്യൂസ് പേപ്പർ വായിച്ച് മനസ്സിലാവുമോ? വായിച്ചാൽ മതി. പിന്നെ പുസ്തകങ്ങളൊക്കെ ഇല്ലേ. പിന്നെ അതിൻ്റെ പരിശീലനം വേണം, നിർബന്ധമായും പരിശീലനം. ഏതൊരാളെയും, ഒരു ആത്മാർത്ഥതയുള്ള ഏതൊരു ദൈവവൈതലിനെയും പരിശീലിപ്പിച്ചാൽ എക്സലൻ്റായിട്ട് പ്രസംഗിക്കാൻ പ്രാപ്തനാകുമെന്നുള്ള ഒരു ബോധ്യമാണ് എൻ്റെ മനസ്സിലുള്ളത്. കൃപാവരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാവർക്കും കൊടുത്ത ഉത്തരവാദിത്തമല്ലേ, ഏതാണ്ട് നമുക്കറിയാം. പരിശീലിപ്പിച്ചാൽ he can be an excellent teacher. നമുക്കൊക്കെ കഴിയും. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ചില കാര്യങ്ങളൊക്കെ വേണം. പരിശീലനം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. കാരണം ആരെങ്കിലും പറയുന്നത് കേൾക്കണ്ടേ, പറഞ്ഞ് കേൾക്കണം, പറഞ്ഞതുപോലെ ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. അതിനൊക്കെ കുറച്ചിരിക്കണം, കുറേ അധ്വാനമുണ്ട്. കുറേ അധ്വാനം കൊണ്ട് ചെയ്താൽ ചെയ്യാം. അപ്പം നല്ല എക്സ്പൊസിഷൻ. ഇപ്പോൾ യോഹന്നാൻ 3:16 സത്യത്തിലൊരു ബൈബിളിൻ്റെ CPS ആണ്. ദ സെൻട്രൽ പ്രിപ്പോസിഷൻ ഓഫ് ദ ബൈബിൾ ഏതാണെന്ന് ചോദിച്ചാൽ John 3:16 ആണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അതൊരു എന്തൊരു എക്സ്പ്രസേഷൻ അല്ലേ, എത്ര സിമ്പിളല്ലേ. അത് കർത്താവ് നമുക്ക് തന്ന ഒരു പാരഡൈമാണത്. ദൈവം സ്നേഹിച്ചു, ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത്? നിത്യജീവൻ നൽകിക്കൊണ്ടാണ് സ്നേഹിച്ചത്. ഈ ലോകത്തിലെ കാര്യങ്ങളൊന്നും തന്നിട്ടല്ല. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു പൊതുവായ സ്നേഹത്തിൻ്റെ ഭാഗമാണെങ്കിലും ഈ പറഞ്ഞ സ്നേഹം ഒരു പ്രത്യേക സ്നേഹമാണ്, മറ്റാർക്കും ഇല്ലാത്തൊരു സ്നേഹമാണ്. അതായിരിക്കും കർത്താവ് ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന തന്നു എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ട് എന്താ ഈ പുതിയ കൽപ്പന? ഒരു പുതിയ കൽപ്പനയാണ്. ലോകത്തിന് മനസ്സിലാകാത്ത ഒരു സ്നേഹത്തെ പറ്റിയാണ് കർത്താവ് പറഞ്ഞത്. ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കുക, രോഗിയെ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുക, ഇല്ലാത്തവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക. ഇതൊക്കെ സ്നേഹമാണ്. അത് പുതിയ കൽപ്പനയൊന്നുമല്ല. അത് മനുഷ്യനുണ്ടായ കാലം മുതൽ, നൂറ്റാണ്ട് കാലം മുതൽ വിവരമുള്ളവരൊക്കെ ഉണ്ട്, മനസാക്ഷിയുള്ളവരൊക്കെയുള്ള കൽപ്പനയാണ് സ്നേഹിക്കുക എന്നുള്ളത്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അതല്ല. അതേതാ? നിത്യജീവൻ കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് മഹാത്മാഗാന്ധിക്ക് കഴിയില്ല. ശ്രീബുദ്ധന് അതേപ്പറ്റി അറിയില്ല, ഒരു ഗുരുക്കന്മാർക്കും അറിഞ്ഞുകൂടാ. അത് ക്രിസ്തുവിന് മാത്രം. ഒരാളെ ഞാൻ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാൾക്ക് നിത്യജീവൻ കൊടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് ഞാനുള്ളത്. കർത്താവ് ഒരാളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിത്യജീവൻ തരാം. അപ്പോൾ വീട് തരാൻ അതിപ്പോൾ കർത്താവ് കൊടുത്തില്ലേ, കർത്താവ് എല്ലാവർക്കും കൊടുക്കുന്നെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യാം. എന്നിട്ട് കർത്താവ് പറയാം, നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ കൽപ്പന പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലന്മാർക്കും മനസ്സിലായി. അപ്പം അതാണ് ഇത്. സോഷ്യൽ സർവീസ് അല്ല, സോഷ്യൽ ആക്ഷനും അല്ല. ദാറ്റ് ഈസ് പ്രീച്ചിങ് ദ ഗോസ്പൽ. അത് സുവിശേഷമാണ്, അത് ദൈവത്തിന് ശുശ്രൂഷയാണ്. ആ സ്നേഹമാണ് കർത്താവ് തൻ്റെ പുത്രനെ ക്രൂശിൽ ഒരുക്കിക്കൊണ്ട് നൽകിയത്.
കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന് വലതു ഭാഗത്തിരിക്കുന്നത് ഈ ലോകത്തിലെ സമൃദ്ധിക്ക് വേണ്ടി അല്ല. കർത്താവ് വന്നില്ലെങ്കിലും ഇതൊരു സമ്പന്നമായ ലോകമാക്കാനുള്ള ഫാക്ടേഴ്സൊക്കെ ഇവിടെയുണ്ട്. ചെയ്യോ ഇല്ലോ എന്നുള്ള വേറൊരു കാര്യം, മനുഷ്യൻ്റെ പാപം കാരണം ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് വന്നാൽ മാത്രം സംഭവിക്കുന്ന അതിശയകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അത് വീണുപോയ മനുഷ്യന് നിത്യജീവൻ നൽകി അവനെ വിശുദ്ധന്മാരുടെ കൂടെ ഇരിപ്പിടം കൊടുത്ത് അവനെ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് കൊണ്ടുപോയി വാഴുന്നവരാക്കി തീർക്കുന്ന ഒരു സ്നേഹപരിപാടിയാണ്. ആ സ്നേഹപരിപാടി അതല്ലേ അതിൻ്റെ അർത്ഥം? ദൈവം ലോകത്തെ സ്നേഹിച്ചെങ്ങനെയാ? നിത്യജീവൻ. ഇനി ആ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവെന്താ? പുത്രനെ കൊടുത്തു. കാൽവരി ക്രൂശിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇത് ഇനി എന്ത് ചെയ്യും? ഈ സ്നേഹത്തെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, രണ്ട് കൈയും നീട്ടി വിശ്വസിക്കുക. യേശുവേ, അങ്ങേ എനിക്ക് വേണം, ഞാനങ്ങേ വിശ്വസിക്കുന്നു. സോ ബ്യൂട്ടിഫുൾ. ഇതാ എക്സ്പോസിറ്ററി മെസ്സേജ്. കർത്താവ് തന്നെ അതിന് മാതൃക കാണിച്ചിരിക്കുക. അത് ബൈബിളിൻ്റെ കേന്ദ്ര ആശയമാണ്. അതുപോലെ എല്ലാ വേദഭാഗങ്ങൾക്കും ആ കേന്ദ്രാശയം കണ്ട് അതിനെ അങ്ങ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ, അതിനാണ് ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. നമ്മൾ പറയാൻ, ബൈബിൾ നമുക്ക് നമ്മുടെ ആശയം പറയാനുള്ള ഒരു ഒത്തുവാക്യ പുസ്തകമല്ല. ലെറ്റ് ദ ബൈബിൾ പ്രീച്ച്. ബൈബിൾ ആളുകളോട് സംസാരിക്കട്ടെ. അത് സംസാരിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഒരു ജോൺ സ്റ്റോർട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് ബിൽഡറാണ്. ഞാനൊരു ബ്രിഡ്ജാണ്. ആ ആശയത്തെ ഉൾക്കൊണ്ട് എൻ്റെ ആളുകളിലേക്ക് അത് പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. ഞാനൊരു ബ്രിഡ്ജായിട്ട്, ഞാനല്ല, ദൈവവചനമാണ് അവരോട് സംസാരിച്ചത്. കൊർന്നേലിയൂസിൻ്റെ വീട്ടുകാർ പറഞ്ഞതുപോലെ ദൈവം എന്നോട് സംസാരിച്ചൊക്കെ പറയാൻ ഞങ്ങളിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മളിലൂടെ ഈ വചനം നമ്മുടെ ആളുകളുടെ അടുക്കിലേക്ക് എത്തണം. ഈസ് എ പ്രോഫറ്റ്. അതാണ് പ്രോഫസി. ആ പ്രോഫറ്റാണ് പുതിയ നിയമത്തിലെ പ്രോഫസി. ആ പ്രോഫസിയാ പഴയ നിയമത്തിലെ പ്രോഫസി. ദൈവത്തിൻ്റെ സ്പോക്സ് പേഴ്സൺസ്. കർത്താവ് നമ്മളിലൂടെ സംസാരിക്കണം. ഒരു പ്രസംഗപീഠം മനുഷ്യർ ദൈവവചനത്തിലെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് അവരുടെ വെറുതെ പഠിക്കുക മാത്രമല്ല, അത് അവരുടെ ഹൃദയങ്ങളുടെ ബോധ്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു 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 ശക്തിയായി, ഒരു ചൈതന്യമായി തീരണം. അപ്പോൾ ക്ലെയഫാസും മറ്റും പറഞ്ഞതുപോലെ അവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ല എന്ന് ചോദിച്ചു. There was a fire in our heart when he was speaking. അത് എൻ്റെ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുക. ആ രൂപാന്തരം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങോട്ട് പോയത് അവരെങ്ങനെയാണ്? നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് എല്ലാം പോയടാവെന്ന് പറഞ്ഞല്ലേ പരിഭർത്താവുമായിരിക്കും ചിലപ്പോൾ പോയത്. തിരിച്ചു വരുന്ന കണ്ടോ? They were thrilled. അവർ നടക്കുകയല്ല, they were flying. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. We have seen him. എന്തൊരു വ്യതിയാനം വരുത്തിയത്! ആ ചൈതന്യം, ആ സന്തോഷമാണ് അപ്പോസ്തലന്മാർ ലോകം മുഴുവൻ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. The joy of resurrection. ആ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു എന്ന് പറഞ്ഞില്ലേ? പത്രോസ് പ്രസംഗിച്ചപ്പോൾ അവരുടെ ഹൃദയത്തെ കുത്തുകൊണ്ടെന്ന് പറഞ്ഞില്ലേ? അത് കുത്തുകൊള്ളിക്കും. ശാസനയുണ്ട്, അതിൽ പ്രോത്സാഹനമുണ്ട്. തളർന്നും വിഷമിച്ചും വരുന്ന സഭയിലേക്ക് വരുന്നവർ ഉന്മേഷം പ്രാപിക്കണം. നിരാശപ്പെട്ടവർക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ള പ്രത്യാശ അവർക്ക് ലഭിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് തിരിച്ചറിവ് വരണം. മടിയന്മാർക്ക് പ്രോത്സാഹനം ലഭിക്കണം. കർത്താവിനെ കാണിച്ചു കൊടുക്കണം, അവൻ്റെ മഹത്വം കാണിച്ചു കൊടുക്കണം. ആ തേജസ് ആളുകൾ കാണണം. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സങ്കടങ്ങളെ കാണിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ പരിഹാരമാർഗം കാണിച്ചു കൊടുക്കണം. എന്തൊരു വിളിയായതല്ലേ! അതിലൊരു വശമാണ് സുവിശേഷ വേല, അതിൻ്റെ അടുത്ത വശമാണ്, അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് സഭാശുശ്രൂഷ. അതാണ് നമ്മുടെ ജോലി എന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രസംഗപീഠങ്ങളെ നമ്മൾ അവഗണിച്ചാൽ, അതിനെ വിരസവും മടുപ്പുളവാക്കുന്നതും ഒക്കെ ആക്കി തീർത്താൽ, ആരോ പറഞ്ഞ പോലെ അതൊരു പാപമാണ്. ഇറ്റ് ഈസ് എ സിൻ ടു ബോർ പീപ്പിൾ വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് ആരോ എഴുതി വായിക്കുന്നുണ്ട്. ദൈവവചനം പറഞ്ഞ ആളുകളെ ബോറടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാപമാണ്. അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലനൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും. പൗലോസിന് എങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞാൽ കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പൗലോസ് വാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ വചനങ്ങൾ എഴുത്ത് ഈടിച്ചതാണ് എന്നിട്ട് പറഞ്ഞു, എൻ്റെ എഴുത്ത് എങ്ങനെയാണ് അത് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും എന്ന്. യോഹന്നാൻ 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, അവിടെ യോഹന്നാൻ എഴുതുകയാണ്, കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു. എന്തൊരു സങ്കടമല്ലേ! പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. പക്ഷേ കേൾക്കാത്തവരുണ്ടാവും. അതിന് കാരണം എന്താ? അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ഹൃദയം കുരുടായി പോയിരിക്കുന്നു. അത് നമ്മുടെ കയ്യിലുള്ള ഉത്തരവാദിത്വമല്ല. പക്ഷെ നീ പറഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എങ്ങനെ പറയുന്നുള്ളത് ഉത്തരവാദിത്തമാണ്. ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ വന്നില്ല, ഞാനത് വായിച്ചു വിടാം.
ആരാ പറയുന്നതെന്നുള്ളതും പ്രധാനപ്പെട്ട ഈ വേദഭാഗത്ത് പ്രത്യേകം പറയുന്നുണ്ട്. വഴക്കാളിയാകരുത്, ശണ്ട കൂടുന്നവനാകരുത്. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാന്ന് പറയുന്നത് ദൈവവചനം പഠിപ്പിക്കുന്നതല്ലേ ശണ്ടയാണ്. പലപ്പോഴും ശണ്ടയുടെ അവതരണം കത്തിക്കുത്തൊന്നും അല്ലല്ലോ. ഈ വാക്കുകളുള്ള വഴക്കും പറഞ്ഞ് തെറ്റുക ഇങ്ങനെയൊക്കെ പറയുന്ന ശണ്ടയല്ലേ. സൗമ്യതയോടെ ഉപദേശിപ്പാൻ സമർത്ഥൻ. അതുപോലെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം മാനപാത്രം എന്നൊരു വാക്ക് വെച്ചില്ലേ, ഓണറബിൾ വെസൽ. ഒരാൾ എഴുന്നേറ്റ് എന്ന് ദൈവവചനം പറയുമ്പോൾ നമ്മൾ ആരെപ്പറ്റിയാണ് പറയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ അതിശ്രേഷ്ഠനായ ആ മഹൽ വ്യക്തിയെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അവിടുത്തെ വചനം പോലെ പവിത്രമായ സത്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പറയുന്ന പാത്രോ മാനപാത്രം. ഇതൊരു ഹീനകാര്യമല്ല. ഹീനകാര്യം പറയാൻ ഒത്തിരി പാത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ദൈവത്തിൻ്റെ വലിയ വീടല്ലേ, യൂണിവേഴ്സ് പ്രപഞ്ചം എന്ന് പറഞ്ഞ വലിയ വീടല്ലേ. എന്തെല്ലാം പണിയുണ്ട് അതിനകത്ത്. രാഷ്ട്രീയമുണ്ട്, ഇക്കണോമിക്സ് ഉണ്ട്, മനഃശാസ്ത്രമുണ്ട്. ഒത്തിരി പ്രസംഗം വേണം ഈ വലിയ വീട് കൊണ്ടുപോകണേ. കർത്താവ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ചില ആളുകളെ ഈ വലിയ പ്രസംഗമൊക്കെ ഉണ്ട്, അവർക്ക് വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്. നല്ല ആളുകളും ആവശ്യമുള്ളല്ലോ. സുമാർ അഴീക്കോട്ടും ശശി തരൂരും അല്ലേ വലിയൊരു പ്രസംഗരാണ്. ഒക്കെ പ്രസംഗിക്കട്ടെ. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ വീട്ടിലെ പ്രസംഗകരാണ്, പാത്രങ്ങളാണ്, ഉപയോഗപാത്രങ്ങളാണ്. പക്ഷേ ചില പാത്രങ്ങളെ ഇങ്ങ് മാറ്റി നിർത്തിയിട്ട് നിന്നെ ഞാൻ വേറൊരു മാനകാര്യത്തിന് ഉപയോഗിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അതേതാ? അത് പ്രീച്ച് ദ ഗോസ്പൽ. എൻ്റെ വചനം പറയണം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വിട്ട് കളഞ്ഞ് യൗവനമോഹങ്ങളെ വിട്ടോടി ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളൊക്കെ വിട്ടോടി ഒരു മാനപാത്രമായിട്ട് ഇരിക്കണം. ഞാൻ സത്യത്തെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ ഞാൻ അസത്യം ചെയ്തിട്ട് പറഞ്ഞിട്ട് വന്ന് പ്രസംഗിച്ചാൽ കേൾക്കുന്നവരെന്താ പറയുന്നത്? പ്രസംഗിക്കുന്നു. അവസാനം പറഞ്ഞു, ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന കൊള്ളാകുന്നവനായി അപ്രൂവ്ഡ്, ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ്. കർത്താവ് അവസാനം പറയും, നിന്നെ പരിശോധിച്ച് നോക്കി, നീ കൊള്ളാം, ലജ്ജിക്കാനിടയില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ വിളി. കർത്താവ് അത്തിവർഷത്തിൻ്റെ മുമ്പ് പറഞ്ഞു, ആ വേലക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, യജമാനെ ഒരു വർഷം കൂടി, ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ അതിന് ചുവട് കിളച്ച് വളയിടാം, മേലാൽ കാച്ചെങ്കിലും. അതാണ് വേലക്കാരൻ്റെ മനസ്സ്. നമുക്ക് ചുവട് കിളച്ച് വളയിടാം. നമ്മുടെ പ്രസംഗപീഠത്തെ ദൈവശബ്ദം കേൾപ്പിക്കുന്ന ഒരു വേദിയാക്കി തീർക്കാം. കർത്താവ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. നന്ദി.